സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. ഓക്കെ, എന്താണ് ലാംഗ്വേജ് ഫാമിലി? എന്താ ലാംഗ്വേജ് ഫാമിലി എന്ന് പറഞ്ഞാല്, ലാംഗ്വേജ് ഫാമിലി is a group of languages that came from a common ancient language called parent language. അല്ലെ? ലാംഗ്വേജ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു a group of language that came from a common ancient language. അല്ലെ? ഒരു കോമൺ ഏൻഷ്യൻ ഒരു ലാംഗ്വേജ് ഉണ്ടാവും. ആ ലാംഗ്വേജിൽ നിന്നും ഇവോൾവ് ചെയ്ത് വന്ന ലാംഗ്വേജ് ഫാമിലീസ് കൊണ്ട് വിളിക്കുന്നത് നമ്മള് ലാംഗ്വേജ് ഫാമിലി വിളിക്കുന്നത്. വാട്ട് ഈസ് ദി that ancient or common language of Indo-European? ഏതാ? ആർക്കും ഓർമ്മ ഉണ്ടാവും? Proto language. അല്ല, ഈ ഇന്തോ യൂറോപ്യൻ ഫാമിലി ഇവോൾവ് ചെയ്ത് വന്ന അതിന്റെ ഒരു പാരൻ ലാംഗ്വേജ് ഉണ്ട്. Proto language. പ്രോട്ടോ Indo-European. ഇന്തോ യൂറോപ്യൻ പറഞ്ഞു പോയത് കേട്ടോ. പിന്നെ ജസ്റ്റ് ലൈക്ക് ഫാമിലി ട്രീസ് നോക്കി പോവാം. മേജർ ലാംഗ്വേജ് ഫാമിലീസ് ഇൻ ദ വേൾഡ്: ഇന്തോ-യൂറോപ്യൻ, സൈനോ-ടിബറ്റിയൻ, ആഫ്രോ-ഏഷ്യാറ്റിക്, നൈഗർ കോങ്കോ, ഡ്രവിഡിയൻ ഫാമിലിയാണ് തമിഴും മലയാളക്കാരും തന്നെയാണ് കേട്ടോ. ദെൻ ആൾട്ടേക്ക്, ആസ്ട്രോ ഏഷ്യാറ്റിക് ഫാമിലി, ഇതൊക്കെയാണ് ലാംഗ്വേജ് ഫാമിലി. ഇമ്പോർട്ടൻസ് നോക്കി പോകുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇമ്പോർട്ടന്റ് ഏതാണ്? വിച്ച് വൺ ഈസ് ഇമ്പോർട്ടന്റ് ഫോർ അസ്? പ്രിസ്ക്രൈബ്ഡ് ഇൻ അവർ സിലബസ് ഇന്തോ യൂറോപ്യൻ ഫാമിലി. നമുക്ക് നോക്കാനുള്ളത് ഈ സാധനമാണ്. ഓക്കെ, നോക്കാം നമുക്ക്. ഇന്തോ-യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി അല്ലെ. ഓൾ ഇന്തോ-യൂറോപ്യൻ ലാംഗ്വേജസ് കം ഫ്രം ഓൺ ഏൻഷ്യൻ ലാംഗ്വേജ് കോൾഡ് പ്രോട്ടോ ഇന്തോ-യൂറോപ്യൻ. ഇതാണ് നമ്മുടെ ഏൻഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ പാരൻ ലാംഗ്വേജ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ ലാംഗ്വേജിൽ നിന്നാണ് നമ്മൾ ഓരോ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലാംഗ്വേജ് ഫാമിലീസ് ഉണ്ടായിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റ് കിട്ടിയല്ലോ, നോട്ട് വെച്ചോളി. എക്സാം പോയിന്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റുകളൊക്കെ കേട്ടോ. ദിസ് ലാംഗ്വേജ് വാസ് സ്പോക്കൺ എ ലോങ് ടൈം എഗോ ഡ്യൂറിംഗ് ദ ന്യൂലിത്തിക് ഏജ് ഓർ ഏർലി ബ്രോൺസ് ഏജ്. ഇമ്പോർട്ടന്റ് അല്ല, അത് ഒരുപാട് കാലം മുന്നേ 3300 BC മുതൽ 1200 BC വരെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു ലാംഗ്വേജ് ആണ്. സോ ലേറ്റർ ഇത് സംസാരിച്ചുകൊണ്ട് ആളുകൾ എവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു? ലോകത്തിന്റെ പല നാനാഭാഗങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു. ആ കാലം കൊണ്ട് ചെയ്തു ഓരോ ലാംഗ്വേജുകൾ ഇവോൾവ് ചെയ്യാനുണ്ടായത്. The place where Proto-Indo-European was spoken is called its homeland. Many ideas exist about where this homeland was. ഒരുപാട് ഐഡിയാസുകളുണ്ട്. By the time people started writing, Proto-Indo-European had already changed into many different languages. അല്ലേ? എന്ത് ചെയ്തു? By the people start writing or migrating അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേഷനും അതുപോലെ റൈറ്റിംഗ് തുടങ്ങിയ സമയത്ത് എന്ത് ചെയ്തു? Proto-Indo-European had already changed into many different languages. ഈ ഒരു പാരൻ ലാംഗ്വേജ് എന്ത് ചെയ്തു? It was what changed into many different languages. ഒരുപാട് ലാംഗ്വേജുകളായിട്ട് ഡിഫറൻഷിയേറ്റ് പോകപ്പെട്ടാണ് ചെയ്യുന്നത്. This language was spoken across Europe, South Asia and Western Asia. So that's why it is called as Indo-European language. അല്ലേ? ഏഷ്യയുടെ ഒരു സൈഡും ഏഷ്യ ഫുൾ, അതായത് വെസ്റ്റേൺ ഏഷ്യയും സത്തേൺ ഏഷ്യയും അതുപോലെ തന്നെ യൂറോപ്പ് കൺട്രീസും ആണ് മൊത്തമായിട്ട് പറയുന്ന ലാംഗ്വേജ് ആണ് എന്ത്? ഇന്തോ-യൂറോപ്യൻ ലാംഗ്വേജ് വിളിക്കുന്നത്. Then Thomas Young, very very important ആണ്. Thomas Young coined the term Indo-European in 1813. നോട്ട് കേട്ടോ, തോമസ് യങ് എന്ന് പറയുന്ന ഒരു ഫിലോളജിസ്റ്റ് ആണ് ഇന്തോ-യൂറോപ്യൻ എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്തത് in 1813. It comes from the geographical spread of the languages from Western Europe to North East India. വെസ്റ്റേൺ യൂറോപ്പ് മുതൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ വരെ വൈഡ് കിടക്കുന്ന ഒരു ലാംഗ്വേജ് ഫാമിലിയാണ് എന്ത്? ഇന്തോ-യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി അറിയപ്പെടുന്നത്. Historians say the original homeland of Indo-European people may be Scandinavia and northern Germany, Hungarian plains, southern Ukraine and the north of the Black Sea. ഇവിടെയൊക്കെയാണ് ഈ പ്രോട്ടോ ഇന്തോ-യൂറോപ്യൻ എന്ന് പറയുന്ന ആ ലാംഗ്വേജ് സംസാരിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഹോംലാൻഡ് എന്ന് വിളിക്കപ്പെടുന്നത്. ഒന്നും ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് നിങ്ങൾ ഒരു ഐഡിയ ഉണ്ടാക്കണം മാത്രം കേട്ടോ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. The Indo-European family has 8 main groups. The total 8 അല്ല, 8 എന്നും പറയപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ 11 എന്നും പറയപ്പെടുന്നുണ്ട്. നമ്മുടെ ഞാൻ പഠിച്ച സമയത്ത് 8 എന്നും കണ്ടിട്ടുണ്ട്, 11 എന്നും കണ്ടിട്ടുണ്ട്. 11 എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാനസർ 11 പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ പലയിടത്തും കണ്ടുള്ളത് 8 പലയിടത്തും കണ്ടിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ ഇന്തോ ആര്യൻ ആൻഡ് ഇറാനിയൻ എന്നും പറയപ്പെടുന്നുണ്ട്. ഇന്തോ ഇറാനിയൻ അല്ലെങ്കിൽ ഇത് 2 ഡിവിഷനും കാണപ്പെടാറുണ്ട്. എന്ത്? ഇന്തോ ആര്യൻ എന്ന് കൊടുക്കും, ദെൻ എന്തോരും ഇറാനും സെപ്പറേറ്റും കൊടുക്കാറുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോളി, രണ്ടും
നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, ഇന്തോ ഇറാനിയനും അതുപോലെ ഇന്തോ ആര്യനും ഞാൻ പറഞ്ഞുതരാം. പിന്നെ അർമേനിയൻ, അടുത്തത് അൽബേനിയൻ, ബാൾട്ടോസ്ലാവിക് ഒരു ബാൾട്ടോസ്ലാവോണിക്, ഇറ്റാലിക്, ജർമാനിക്, കെൽറ്റിക്. നമ്മുടെ ലാംഗ്വേജ് എവിടെയാ? ഇംഗ്ലീഷ് എവിടെ നിന്നതാ? ജർമാനിക്. ഓക്കെ, ഹെലനിക്. ഇത്രയാണ് 8. 2, 4, 6, 8. ഈ ഹിറ്റൈറ്റും ടൊക്കേറിയനും ദീസ് ആർ ഡെഡ് ലാംഗ്വേജസ് ആണ്. ഇപ്പൊ നിലവിൽ ആരും യൂസ് ചെയ്യുന്നില്ല. ആൻഡ് ഒരു തെളിവുകളൊന്നും നമുക്കിതിനില്ല. പക്ഷെ നമ്മളതിൽ പോയി എണ്ണാറുണ്ട്. അതുകൊണ്ട് ഹിറ്റൈറ്റ് ആൻഡ് ടൊക്കേറിയൻ ആർ എക്സ്റ്റിങ്ക്ട്, ആർ ഡെഡ് ലാംഗ്വേജസ്. അപ്പൊ നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ്: ഇന്തോ ഇറാനിയൻ, അർമേനിയൻ, അൽബേനിയൻ, ബാൾട്ടോസ്ലാവിക് ബാൾട്ടോസ്ലാവോണിക്, ഇറ്റാലിക്, ജർമാനിക്, കെൽറ്റിക്, ഹെലനിക്. പഠിച്ചോ? 8 പഠിച്ചിട്ടുണ്ടോ? അതൊന്ന് പഠിച്ചു പോയിക്കൂടി, നാളേക്ക് വെക്കണ്ട, സമയം. ഇനി അടുത്തതാണെന്ത്? ഈ പറയുന്ന 8 ലാംഗ്വേജ് ഗ്രൂപ്പുകൾ നമ്മൾ എത്ര ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? വി ഹാവ് ഡിവൈഡഡ് ഇൻ ടു. ഏതൊക്കെയാ? സെന്റം, സാറ്റം. സെന്റം അല്ല, കെൻഡം ആൻഡ് സാറ്റം. കെൻഡം, സാറ്റം. ഒരു മിനിറ്റ് കേട്ടോ, നമ്മളെ പാരിസ വിളിക്കണം, ഒന്ന് ഫോർത്തോട്ടെ. ഹലോ, എല്ലാരും പഠിച്ചു കഴിഞ്ഞോ? ഇല്ല ദിറ്റി, ഇല്ല. ഗ്രാമറിനിരിക്കും വല്ലാണ്ട് ടൈം പോകുന്നുണ്ടാ? ഓക്കെ. സോ കെൻഡം ആൻഡ് സാറ്റം ഗ്രൂപ്പുകൾ. സാറ് വിളിച്ച് നിങ്ങളെ റിവിഷന്റെ ഡേറ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മിക്കവാറും അടുത്ത ആഴ്ചയിൽ ഉണ്ടാവും കേട്ടോ. അടുത്ത ആഴ്ച കഴിഞ്ഞാല് അടുത്ത ആഴ്ച ഈ ആഴ്ച തന്നെ ഉണ്ടാവും. വ്യാഴം, വെള്ളി, ശനിയോ, ഇത് 3 ദിവസം ഇതിനുണ്ടാവും കേട്ടോ. കെൻഡം, സാറ്റം. This division was introduced by Peter von Bradke. Very very important. നിങ്ങൾക്ക് പറഞ്ഞ ഓളിബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? അപ്പോ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റുകൾ, മെയിൻ പോയിന്റ്, കെൻഡം ഡിനോട്ട്സ് എങ്ങോട്ടാണ്? വെസ്റ്റേൺ യൂറോപ്പ് ആണ്. സാറ്റം ആണെങ്കിലോ ഈസ്റ്റേൺ അല്ലെങ്കിൽ ഏഷ്യൻ, ആ സൈഡിലേക്കാണ് സാറ്റം വരുന്നത്. കെൻഡം പോകുന്നത് എങ്ങോട്ട്? വെസ്റ്റേൺ യൂറോപ്പ്, അമേരിക്ക, ആ സൈഡിലേക്കാണ് എന്ത് കെൻഡം പോണത്. ക്ലിയർ ആണോ? ആ രണ്ടു പേരും ക്ലിയർ ആണോ? കെൻഡം ഗോസ് ടു വെസ്റ്റേൺ, സാറ്റം ഗോസ് ടു ഈസ്റ്റേൺ. അല്ലെങ്കിൽ ഇത് ഓർത്ത് വെച്ചാൽ മതി. കെൻഡം എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഉണ്ടല്ലോ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ ഇല്ല, അത് ശതം എന്ന് ഓർത്ത് വെച്ചാൽ മതി. ശതം ഓർമ്മ ഉണ്ടാവും? ശതന്റെ മീനിങ് എന്താ? ശതം അല്ലെങ്കിൽ സത്തം, എന്ത്? 100. ഇത് ഈസ്റ്റേൺ സൈഡിൽ പറഞ്ഞാണ്. ഈ ഒരു മിനിറ്റ്, ഇപ്പോഴൊക്കെ ജോയിൻ ചെയ്യാൻ ക്ലാസ്. സദം 100 അല്ലേ? അപ്പൊ സദം നമ്മൾ എവിടെ പറയുന്നത്? സദം ഏത് ലാംഗ്വേജിലാണ്? നമ്മൾ കുറച്ചും കൂടി നമ്മൾ ഏഷ്യ സൈഡിൽ വരുന്ന സമയത്ത് സംസ്കൃതം പറഞ്ഞ സമയമല്ല ഈ സദം എന്ന് പറയുന്നത്. നമ്മുടെ സൈഡിലേക്കുള്ളതല്ലേ, അല്ലാണ്ട് അവിടേക്ക് പറഞ്ഞതല്ലോ. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ഈസ്റ്റേൺ കണക്ട് ചെയ്യാൻ പറ്റും. കെൻഡം എപ്പോഴും ലാറ്റിൻ ആണ്. ലാറ്റിൻ നമ്മൾ കെൻഡം എന്ന് പറയാം. ഓക്കെ, അപ്പോ അത് വെസ്റ്റേൺ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ആ 2 പോയിന്റ് എപ്പോഴും ഓർത്ത് വെക്കണം. കെൻഡം ഗോസ് ടു വെസ്റ്റേൺ, സാറ്റം ഓർ സദം ഗോസ് ടു ഈസ്റ്റേൺ. ക്ലിയർ ആണോ പോയിന്റ്? അടുത്ത പോയിന്റ് ഓർത്ത് വെച്ചോളൂ. ദിസ് ഡിവിഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പീറ്റർ വോൺ ബ്രാഡ്കെ. ഏത് ഡിവിഷൻ കൊണ്ടുവന്നത്? ഈ ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജിനെ 2ആയി ഡിവൈഡ് ചെയ്താരാ?
പീറ്റർ വോൺ പീറ്റർ വോൺ ബ്രാഡ്കെ 1890. ഇനി പഠിക്കാനുള്ള അടുത്ത പോയിന്റ് ആണ് ഏതൊക്കെയാണ് കെൻഡം ഗ്രൂപ്പിൽ വരുന്ന ലാംഗ്വേജസ്, ഏതൊക്കെയാണ് സാറ്റം ഗ്രൂപ്പിൽ വരുന്ന ലാംഗ്വേജുകൾ നോക്കാം നമുക്ക്. ഏതൊക്കെയാണ് കെൻഡം ഗ്രൂപ്പിൽ വരുന്ന ലാംഗ്വേജസ് ഏതൊക്കെയാ? കറക്റ്റ് ഓർത്ത് വെച്ചോളൂ, മറന്നുകൊണ്ട്. ഇറ്റാലിക്, കെൽറ്റിക്, ജർമാനിക്, ഹെലനിക്, ഇത് 4 ടൊക്കേരം നമുക്ക് വിടാൻ പറ്റും. ടൊക്കേരം ഇപ്പോൾ നിലവിലില്ല, ലാംഗ്വേജ് ഒഴിവാക്കാം. ഈ 4 ലാംഗ്വേജും ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകണ്ട. കെൻഡം ലാംഗ്വേജിൽ ഇറ്റാലിക് വരും, കെൽറ്റിക് വരും, ജർമാനിക് വരും, ഹെലനിക് വരും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ പഠിച്ച ഒരു ടേം ICGH, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും വരുന്നുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ ബാക്കി 4 നമുക്ക് കിട്ടും. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക, ബാക്കി 4 അറിയാലോ നമുക്ക്. ബാൾട്ടോസ്ലാവിക് അറിയാം, അർമേനിയൻ അറിയാം, അൽബേനിയൻ അറിയാം, ഇന്തോ ഇറാനിയൻ. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം കാണാൻ പഠിച്ചു വെക്കുക. കെൻഡം, സാറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല സാധ്യത ഉണ്ട്. ക്ലിയർ ആണോ? കെൻഡം ഗ്രൂപ്പിൽ നിന്ന് ലാംഗ്വേജ് ഏതൊക്കെയായിരുന്നു? അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോഡ് ഉണ്ടാക്കി വെച്ച് പഠിക്കാം. അത് നടക്കൂല. അല്ല അപ്പോ അതിപ്പോ സെപ്പറേറ്റ് വേറെ നമ്മൾ കോഡ് ഉണ്ടാക്കാൻ നടക്കൂല. റെഡിയാണോ? ഇറ്റാലിക്, കെൽറ്റിക്, ജർമാനിക്, ഹെലനിക്. ഇനി സാറ്റം ഗ്രൂപ്പിലാണെങ്കിലോ ബാൾട്ടോസ്ലാവിക്, ബാൾട്ടോസ്ലാവിക് ഓർ ബാൾട്ടോസ്ലാവോണിക്, അർമേനിയൻ, അൽബേനിയൻ, ഇന്തോ ഇറാനിയൻ. ഇറാനിയൻ. ഇപ്പൊ തന്നെ നോട്ട് വെച്ച് പോയിക്കോട്ടെ. ഒരു ഷോർട്ട് നോട്ട് എഴുതിപ്പോ തന്നെ പോയിക്കോളി. പിന്നെ ലാസ്റ്റ് ഈ 10-15 പേജിന് ടെക്സ്റ്റ് അത് വായിച്ചു പോകാൻ സമയം ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഇതിപ്പോ നോട്ട് ചെയ്തോളി. ഇമ്പോർട്ടൻ്റ് പറഞ്ഞ സാധനം ഇപ്പൊ തന്നെ നോട്ട് പോയിക്കോളി, പിന്നെ വെക്കാൻ നിൽക്കണ്ട. ഇനി എന്താണ് ഈ സാറ്റം കെൻഡം ഗ്രൂപ്പിലെ ഡിവിഷൻ വരാനുള്ള കാരണം എന്താണ്? ഒരു സൗണ്ടിൽ വരുന്ന പ്രൊനൗൺസിയേഷനിൽ വരുന്ന ഡിഫറൻസുകൾ കൊണ്ടാണ് എന്ത് ഈ കെൻഡം സൗണ്ടും സാറ്റം സൗണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഏത് സൗണ്ടാണത്? ക്വസ്റ്റ്യൻ വരാം. ഏത് സൗണ്ടാ? ഏത് സൗണ്ടോ? ക് സൗണ്ട് ആണ്. ലാംഗ്വേജസ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ഫീച്ചേഴ്സ് ലൈക്ക് പ്രൊനൗൺസിയേഷൻ ഓഫ് ദ ക്, വീലാർ സൗണ്ട്. നമ്മുടെ ക് സൗണ്ട് എന്താ പഠിച്ചത്? നമ്മൾ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ക് സൗണ്ട് ആ ക് വീലാർ പ്ലോസീവ് അല്ലേ? ആ, അപ്പോ ക് സൗണ്ടില് കെൻഡം ഗ്രൂപ്പിലാവുമ്പോ എന്ത് ചെയ്യും? ക് സൗണ്ട് എന്ത് തന്നെയാണ്? വീലാർ സൗണ്ട് തന്നെയാണ്. അത് പക്ഷേ എവിടേക്ക് എത്തുമ്പോ സാറ്റം ലാംഗ്വേജ് എത്തുമ്പോ എന്തായിട്ട് മാറും? എന്തായിട്ട് മാറും? പാലറ്റൽ സൗണ്ട് ആയിട്ട് മാറും. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. സത്തം അല്ലേ? അതാണ് മാറ്റം. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കേണ്ട സാധനം എത്രയേ ഉള്ളൂ. കെൻഡം, സാറ്റം എന്ന് പറഞ്ഞ ഡിവിഷൻ കൊണ്ടുവന്നത് ആരാണ്? പീറ്റർ വോൺ ബ്രോഡ്കെ. കെൻഡം എന്ന് പറഞ്ഞ ഏത് റീജിയൻ ഡിനോട്ട് ചെയ്യുന്നതാ? വെസ്റ്റേൺ. സാറ്റം ആണെങ്കിലോ ഈസ്റ്റേൺ. അത് ഓർത്തു വെക്കാൻ മറന്നുപോയി ഒരിക്കലും. അടുത്ത ഓർത്തു വെക്കേണ്ടത് ഏത് സൗണ്ടിലെ ഡിഫറൻസിയേഷൻ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സൗണ്ട്, ഈ 2 ലാംഗ്വേജ്, ഈ 8 ലാംഗ്വേജ് നമ്മൾ 2 തരത്തിലേക്ക് ഏത് സൗണ്ടിലാണ്? ക് എന്ന് പറഞ്ഞ വീലാർ സൗണ്ടിലെ സംഭവം കൊണ്ടാണ്. ആ ക് എന്ന് പറഞ്ഞ വീലാർ സൗണ്ട് നിൽക്കുന്നത് ഏത് ഇതിലാണ്? ഡിവിഷനിലാണ്? കെൻഡത്തിലാണോ സാറ്റത്തിലാണോ? ക് എന്ന് പറഞ്ഞ സൗണ്ട് വീലാർ ആയിട്ട് നിലനിൽക്കുന്ന ഏത് സൗണ്ട് ഏതിലാണ്? കെൻഡത്തിലാണ്. മറിച്ച് അത് സാറ്റം ലാംഗ്വേജ്, അത് സാൻസ്ക്രിറ്റ് അല്ലെങ്കിൽ അവസ്ഥൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലാംഗ്വേജിലേക്ക് മാറുമ്പോ എന്തായിട്ട് മാറും? അതിൻ്റെത് പാലറ്റൽ സൗണ്ട് ആയിട്ട് സ് അല്ലെങ്കിൽ ഷ് സൗണ്ട് ആയിട്ട് മാറും. ക്ലിയർ ആണോ? അത്രയും നോക്കി വെച്ച് വറന്നു നോക്കണമെന്ന്. അത് മാത്രം ഓർമ്മയിൽ ഉണ്ടായാൽ മതി. അത് മാത്രം മതി നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. വേറെ ഒന്നും അതിനപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. റെഡി അല്ലേ? ഏത്? ഇത് ഈ ക് സൗണ്ടിന്റെ ഇത്രേ ഉള്ളൂ. അതായത് ഓർത്ത് വെക്കേണ്ട ഈ കെൻഡം സാറ്റം ഡിവിഷനിൽ ഓർത്ത് വെക്കേണ്ട സാധനം ഇത്ര മാത്രമേ ഉള്ളൂ. ആദ്യം ഓർത്ത് വെക്കേണ്ട ഇത് മാത്രം മതി. ഈ ക് സൗണ്ടിന്റെ മാത്രം പറഞ്ഞാൽ മതി. അതന്നെ, ഈ ക് സൗണ്ട് എന്നുള്ള ആ ഒരു വീലാർ സൗണ്ട് ഡിഫറൻസിയേഷൻ ആ 2 ലാംഗ്വേജ് 2 ഡിവിഷനിൽ വരുന്നത് കെൻഡം ഗ്രൂപ്പിൽ വരുന്ന സമയത്ത് ക് സൗണ്ട് എന്തൊരു പ്രൊനൗൺസ് ചെയ്യും? നമ്മള് വീലാർ പ്രൊനൗൺസ് ചെയ്യും. അത് നേരെ ഇതിലേക്ക് എത്തുമ്പോ, അതായത് ബാക്കി 4 ലാംഗ്വേജിലേക്ക് എത്തുമ്പോ എന്തായിട്ട് മാറും? അവിടെ സത്തം എന്നാണ് പറയാം നമ്മള്. അപ്പൊ എന്തായിട്ട് മാറും? അവിടെ പാലറ്റൽ സൗണ്ട് ആയിട്ട് മാറും. ക് സൗണ്ട് സ് അല്ലെങ്കിൽ ഷ് സൗണ്ട് ആയിട്ട് മാറും. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. റെഡിയാണോ? ഓക്കെ. അടുത്ത നോക്കാം. ഇന്ത്യൻ ബ്രാഞ്ച് അല്ലെങ്കിൽ ഇന്തോ ആര്യൻ ബ്രാഞ്ച് അല്ലെങ്കിൽ ഇന്തോ
ഇറാനിയൻ ബ്രാഞ്ച് വിളിക്കും. ഞാൻ അവിടെ ഡിഫറൻഷിയേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ ബ്രാഞ്ച്, ഇന്ത്യൻ ബ്രാഞ്ച് ഇസ് വൺ ഓഫ് പാർട്ട് ബൈ ബിഗ് ഇന്ത്യൻ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് നോക്കി പോവാം. ഏതൊക്കെ ലാംഗ്വേജ് ഒക്കെയാണ്? സാൻസ്ക്രിറ്റ് വരും, പ്രാകൃത് വരും, പിന്നെ ദ വെദസ് ആർ ഓൾഡസ്റ്റ് റിലീജിയസ് ടെക്സ്റ്റ് ഓഫ് ഇന്ത്യ. ദേ ഹവ് റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റ്. The Rig Veda is oldest Veda, written around 500 BC, over 500 years ago. Many modern Indian languages like Hindi, Bengali, Marathi, Gujarati, Punjabi, etc. came from this branch. These are also called Indo-Aryan languages. Sanskrit and Prakrit came from a common older language called Proto-Indo-European. What you parna point aanu. Sanskrit was used in Hindustan, Hinduism, Buddhism, and Jainism. Many old Indian scriptures and poems are in Sanskrit. Sanskrit grammar was developed by Panini, a famous ancient scholar. It has a rich tradition of poems, dramas, and philosophy. Sanskrit is still used in temples and religious rituals. Prakrit influenced Pali, which is the language of early Buddhist texts. This is a question, no doubt. അടുത്ത നോക്കാം, ഇറാനിയൻ ബ്രാഞ്ച്. ഇതൊന്നും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇന്തോ ഇറാനിയൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്. The Iranian branch is a group of languages that came from Indo-European family. This language was spoken in Iran and nearby countries a long time ago, and many are still spoken today. It was mainly spoken in the country of Iran, also called Persia before. It was also used by nearby places like Afghanistan and parts of Pakistan. അപ്പോൾ ഇന്തോ ഇറാനിയൻ കഴിഞ്ഞിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അവിടെ ജസ്റ്റ് കോടിച്ച് പോയിട്ട് പോയത് കേട്ടോ. പക്ഷേ ഇറാനിയൻ ലാംഗ്വേജിൽ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അവസ്ഥനും ഓൾഡ് പേർഷ്യൻ ലാംഗ്വേജും. അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട്സ് അവസ്ഥൻ? ഇറാനിയൻ ഫാമിലി ഓഫ് ലാംഗ്വേജില് ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ് എന്ത്? അവസ്ഥ. ആദ്യം ഞാൻ പറയാലോ, ഇത് നമ്മള് ഈ ഫൊണറ്റിക്സ് എടുക്കുന്ന പോലെ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കണം, എന്നാൽ മാത്രം സമയം മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക്. എവിടെയെങ്കിലും ഒരു പിരി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കത്തൂല. എന്നാൽ എനിക്കും സൗണ്ട് എടുക്കാൻ വല്ലാണ്ട് വരും, കാരണം പരിയൊക്കെ പിടിച്ച് ഇപ്പോ ഇന്നൊന്ന് തിരിച്ചെത്തിയിട്ടുള്ളൂ ഞാൻ. അപ്പൊ എനിക്കും ഓവർ സൗണ്ട് എടുക്കാൻ വയ്യ, അപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. This was a very old language. It was used to write Avesta, which is a holy book of Zoroastrians, an ancient religion in Iran. അല്ലെ, ഇറാനുണ്ടായ ഒരു ഏൻഷ്യന്റ് റിലീജിയൻ ആയിരുന്നു Zoroastrians എന്ന് പറഞ്ഞാൽ അവരുടെ വേദഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് എന്ത്? അവസ്റ്റൻ ഓർ സെന്റ്. സോ മേ ബി യു കൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ. അവസ്ഥ എന്ന് പറയുന്ന ലാംഗ്വേജ് ഏത് ഫാമിലിയിൽ പെട്ടതാണ് ചോദിച്ചത്. എന്താ ക്വസ്റ്റ്യൻ ആൻസർ? വാട്ട് ഇസ് ആൻസർ? ഇന്തോ ഇറാനിയൻ ലാംഗ്വേജ് ഫാമിലി ആണ് കേട്ടോ. നിങ്ങൾ എപ്പോഴും ഓർത്തു പോവേണ്ടത് ആ ലാംഗ്വേജ് ഫാമിലിയുടെ ആ ഒരു ഡയഗ്രം എനിക്ക് അയച്ചത്. ഡയഗ്രം ഇട്ടിട്ടില്ല ഞാൻ. ഒരു ടേബിൾ ഉണ്ട്, ഓർക്കുന്നുണ്ടോ? നമ്മുടെ ശ്യാമ ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും. ശ്യാമയുടെ ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടുണ്ട് ആരെങ്കിലും? ശ്യാമയുടെ നമ്മുടെ ബൈബിൾ ആണല്ലോ, അതിലുണ്ട് ഈ സാധനം. ആ ടെക്സ്റ്റ് നിങ്ങൾക്ക് വാട്സപ്പ് അയച്ചതാ. അതിന്റെ PDF അല്ലെങ്കിൽ ഫോട്ടോ വാട്സപ്പ് അയച്ചിട്ടുണ്ട്. ജസ്റ്റ് നോക്കിയാൽ മതി. അത് നോക്കിയാൽ ഒരുപാടുണ്ട്, അത്ര നമുക്ക് ആവശ്യമില്ല. ആ അവസ്ഥ ക്ലിയർ അല്ലേ? ഓർ സെന്റ് എന്നും ഈ ലാംഗ്വേജ് വിളിക്കപ്പെടുന്നുണ്ട്. Then Old Persian. This language was used by king of ancient Persia like King Darius. ഡാരിയസ് പോലുള്ള കിങ്ങൾ യൂസ് ചെയ്ത ഒരു ലാംഗ്വേജ് ആയിരുന്നു ഓൾഡ് പേർഷ്യൻ. ദേ യൂസ് ടു റൈറ്റ് അബൌട്ട് ദെയർ വിക്ടറീസ്, ലോസ് ആൻഡ് അച്ചീവ്മെന്റ്സ് ഓൺ സ്റ്റോൺസ് ആൻഡ് ബിൽഡിംഗ്സ്. ദീസ് റൈറ്റിംഗ്സ് ഹെൽപ് അണ്ടർസ്റ്റാൻഡ് ദെയർ ഹിസ്റ്ററി ആൻഡ് എംപയർ. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് ഇറാനിയൻ അല്ലെങ്കിൽ ഇന്തോ ഇറാൻ ലാംഗ്വേജിൽ പെട്ടത് ലാംഗ്വേജിൽ ഒന്ന് നമ്മൾ പഠിച്ചു അവസ്ഥനാണ്. ദെൻ 2 ഏതാണ്? ഓൾഡ് പേർഷ്യൻ ആണ്. മൂന്നാമത്തെ വരുന്നുണ്ട് ഏതാണ്? മോഡേൺ ലാംഗ്വേജ് ദാറ്റ് കെയിം ഫ്രം ദിസ് ബ്രാഞ്ച്. അത് പഴയ ലാംഗ്വേജ് ആണ്. ഈ അവസ്ഥനും അതുപോലെ തന്നെ ഓൾഡ് പേർഷ്യനൊക്കെ പഴയ ഓൾഡ് ലാംഗ്വേജുകളാണ്. ആ ലാംഗ്വേജ് ഫാമിലിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ലാംഗ്വേജ് ഫാമിലിയിൽ നിന്നും ഉടലെടുത്ത ഒരുപാട് ന്യൂ മോഡേൺ ലാംഗ്വേജുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണത്? പേർഷ്യൻ, ഓൾസോ കോൾഡ് ഫാർസി, സ്പോക്കൺ ഇറാൻ ടുഡേ. ദെൻ അഫ്ഗാനിസ്ഥാനിലുള്ള പാഷ്തോ, പിന്നെ പാകിസ്ഥാനാണ് ഇറാനിൽ പഠിക്കുന്ന ബലൂച്ചി. ദെൻ കുർദിഷ് എവിടെയാണ്? ഇറാഖ്, ഇറാന്, തുർക്കി ആൻഡ് സിറിയ. ഓക്കെ, ഇത്രയും സ്ഥലങ്ങളിലാണ് ഇതിൽ നിന്ന് ഇറാനിയൻ ലാംഗ്വേജ് സംസാരിക്കുന്നത്. നോട്ട് വെച്ചോ? ഒരു ഷോർട്ട് നോട്ട് ഇപ്പൊ ഉണ്ടാക്കി വെച്ചു, പിന്നെ അത് ജസ്റ്റ് ഒരു 10 മിനിറ്റോട് നോക്കിപ്പോളെ നോട്ട് ഉണ്ടാക്കി വെച്ചാൽ മതി. നോക്കിയോ? ഏതൊക്കെയാണ് ഇന്തോ ഇറാൻ ലാംഗ്വേജ് വരുന്ന ഫാമിലി ലാംഗ്വേജ് ഏതൊക്കെയാണ്? ഇന്ത്യയിലാവുമ്പോൾ സാൻസ്കൃതും പ്രാകൃതും വരും. ഇറാനിലാവുമ്പോഴോ അവസ്ഥന് വരും, ഓൾഡ് പേർഷ്യനും വരും. ഈ അവസ്ഥ ഓൾഡ് പേർഷ്യൻ എന്താണ്? ഓൾഡസ്റ്റ് ലാംഗ്വേജുകളാണ്. മോഡേൺ ലാംഗ്വേജുകളാണെങ്കിലോ പേർഷ്യൻ വരും, പാഷ്തോ, ബലൂച്ചി, കുർദ്. എക്സാം പോയിന്റ് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, ജസ്റ്റ് നോക്കി വെക്കാം. ഇതിൽ എക്സാം പോയിന്റ് ഓഫ് ഇമ്പോർട്ടൻ്റ് വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ചെറിയ ഷോർട്ട് നോട്ട് ഒക്കെ ഒരു 2 ലൈനിൽ ഒതുക്കുക ഓരോ ലാംഗ്വേജുകളും.
അടുത്ത് നോക്കാം അർമേനിയൻ ഈ ലാംഗ്വേജ്. സംസാരിക്കുന്ന സ്ഥലങ്ങൾ ഇമ്പോർട്ടന്റാ? ഏത് ഇതൊന്നും ഈ ക്വസ്റ്റ്യൻ വരില്ല മക്കളെ. ഇതിന്റെ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയസ് ഞാൻ പറഞ്ഞുതരാം. ഇന്നൊരു മാക്സിമം ഒരു 40 MCQs ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന്. അതാ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാക്കിയ MCQ. അത് ചെയ്ത് നോക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇതിന്ന് ഒരു അപ്പുറത്തെ ക്വസ്റ്റ്യനോ സാധ്യതയില്ല. Armenian branch. The Armenian branch is one of the branches of Indo-European language. It includes only one major language, Armenian. ഒറ്റ ലാംഗ്വേജ് മാത്രമേ Armenian. It was spoken in the area of south of the Caucasus Mountains and the east of the Black Sea. ആ റീജിയൻ ആണ് പറഞ്ഞത്. നമ്മുടെ എവിടെയാണ് കാക്കോസ് മൗണ്ടെയിൻസിന്റെയും അതുപോലെ ബ്ലാക്ക് സീയുടെ ഈസ്റ്റിലുമാണ് ഇത് സംസാരിക്കുന്ന ആളുകളുള്ളത്. This is mostly the region of modern day Armenia, a country near Turkey, Georgia and Iran. അർമേനിയ എന്ന രാജ്യം ലെവലുണ്ട്. അവിടെ സംസാരിക്കുന്ന ലാംഗ്വേജ് എന്താണ്? അർമേനിയൻ തന്നെയാണ്. അടുത്ത് നോക്കാം മെസ്രോപ്പ് മാസ്റ്റോസ് എന്ന് പറഞ്ഞത്. ഇയാളാണ് എന്ത് ചെയ്തത്? ഈ നമ്മുടെ ഈ അർമേനിയൻ എന്ന് പറയുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ അർമേനിയൻ ബ്രാഞ്ച് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത ആളാണ് ഈ പറഞ്ഞ മെസ്രോപ്പ് മാസ്റ്റോസ് എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. ഒരു ടെക്സ്റ്റിൽ കിട്ടിയൊരു ഇൻഫർമേഷൻ. He was a monk and a scholar who created the Armenian alphabet. This alphabet was made to translate the Bible into Armenian. അത് ഓർത്ത് വെക്കുക. ഈ 2 പോയിന്റും നോട്ട് വെച്ചോളി, അത്രേ ഉള്ളൂ. അതിനപ്പുറം നോക്കണ്ട. അടുത്ത് നോക്കാം ഹെലനിക് ബ്രാഞ്ച്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. എന്താ ഹെലനിക് ബ്രാഞ്ചിൽ ഇമ്പോർട്ടൻസ് എന്താ? ദ ലാംഗ്വേജ് ഓഫ് ദി ഗ്രീക്ക് അല്ലെ? ഗ്രീക്കിലെ ആളുടെ ലാംഗ്വേജ് ആയിരുന്നു എന്ത്? ഏത് ലാംഗ്വേജോടോ? ഹെലനിക് ബ്രാഞ്ച് അല്ലെ? Famous works like the Iliad, Odyssey were written in this language. The Hellenic branch has 5 dialects. ഇതിൽ ആ ഒരു ഡയലക്ട് മാത്രം നമുക്ക് അറിയുന്നുണ്ടാവുള്ളൂ. ഏതാണ്? ആറ്റിക് മാത്രമല്ല പരിചയം ഉണ്ടാവുള്ളൂ. അത് മാത്രം നോക്കി വെച്ചാലും മതി. അത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കേട്ടോ. പക്ഷേ ഈ 5 ഡയലക്ട് ഓർത്ത് വെക്കണം. ഹെലനിക് ബ്രാഞ്ച് എത്ര ഡയലക്റ്റുകളുണ്ട്? 5 ഡയലക്റ്റുകളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആറ്റിക് ആണ്. സ്പോക്കൺ ഇൻ ഏതൻസ്, ദ ബേസിസ് ഓഫ് ക്ലാസിക്കൽ ഗ്രീക്ക് അല്ലെ? ഏതൻസ് ആണ് ഗ്രീക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം. പിന്നെ അയോണിക് ഉണ്ട്, ഡോറിക് ഉണ്ട്, അയോളിക് ഉണ്ട്, ആർക്കാഡോക്രിയോട്ട് എന്ന് പറഞ്ഞ വേറെ ഒരു ഇതുണ്ട്. ആറ്റിക് മറന്നു പോകണ്ട. ആറ്റിക് വാസ് ദ ഡയലക്ട് ഓഫ് ഏതൻസ്, പവർഫുൾ ഗ്രീക്ക് സിറ്റി ഇൻ ദ സെഞ്ചുറി BCE. ഫേമസ് റൈറ്റേഴ്സ് ലൈക്ക് ഐസ്കിലസ്, യൂറിപ്പിഡസ്, സോഫോക്ലീസ്, അരിസ്റ്റോഫനസ്, ഹെറോഡോട്ടസ്, പ്ലാറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ യൂസ്ഡ് ദിസ് ലാംഗ്വേജ്. ഇതിൽ ആരൊക്കെയാണ് ട്രജേഡിയൻസ്? പറഞ്ഞാണ്. അരിസ്റ്റോഫനസ് ആരാ? കൊമേഡിയൻ. നിങ്ങൾക്ക് സ്റ്റഡി ഓഫ് പോയിട്ട് ഇത്ര ബുദ്ധിമുട്ടുണ്ടാ? സ്റ്റഡി ഓഫ് പോയട്രി മാത്രല്ല, പോയറ്റിക്സിലെ ഒന്നും കിട്ടുന്നില്ല. സ്റ്റഡി ഓഫ് പോയിട്ട് മാത്രം പോരാ? സ്റ്റഡി ഓഫ് പോയട്രിയും പോയറ്റിക്സും ഓർമ്മയിൽ നിൽക്കുന്നില്ല. സാറേ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് മാത്രം പറഞ്ഞാൽ മതി സാറ്, ക്ലാസ് ഒന്നും ആക്കണമെന്നില്ല. അത്രേ ഉള്ളൂ. അതില് മെയിൻ പോയിന്റ്സിൽ മാത്രം ഇങ്ങനെ ഞാൻ നോട്ട് വെച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞാൽ എന്നാട് മനസ്സിലാവും. അതുകൊണ്ട് അങ്ങനെ സാറ് കൂടെ ഇങ്ങനെ ചോദിക്കണേ പിന്നെയും ചെയ്യാത്തതൊക്കെ അറിയാം. എന്നാലും ഞങ്ങളൊരു അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു പോവാണ്. ക്രിറ്റിസിസത്തിന്റെ എല്ലാത്തിനും അല്ല, ബയോഗ്രഫി, ലിറ്റററി ട്രഡീഷൻ ആണ് അതിന്റെ ഒക്കെ ഒന്ന് ഇമ്പോർട്ടന്റ് പറഞ്ഞാല് അത് മാത്രം നോക്കിപ്പോ നോക്കാം. ചെയ്യാൻ നോക്കാം. നീ നോട്ട്സ് തരും. നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നമ്മൾ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്ലാസ് ചെയ്യും കേട്ടോ. അടുത്ത ഇറ്റാലിക് ബ്രാഞ്ച്. ലാറ്റിൻ കെയിം ഫ്രം ദിസ് ബ്രാഞ്ച്. ഓർത്ത് വെക്കണം, ഇറ്റാലിക് ബ്രാഞ്ച് ആണ് ഇമ്പോർട്ടന്റ്. ലാറ്റിൻ വാസ് ലാംഗ്വേജ് ഓഫ് റോമൻ. Latin evolved from the dialect called Latium. Latin gained importance due to Rome's political power. As the Roman Empire grew, many new languages came from vulgar Latin. Very, very important ആണ് spoken Latin. അല്ലേ? എന്താണ് vulgar Latin? പറയ്. Crude form of Latin. Crude form of Latin. കേട്ടില്ല. Crude form അല്ലേ? ക്രൂഡ് ഫോം വിളിക്കാൻ പറ്റും. അതായത് ലാറ്റിൻ എന്ന് പറഞ്ഞാൽ ലാറ്റിന്റെ ഒറിജിനൽ ആ ഒരു സംഭവമൊന്നുമില്ല. അതായത് ലാറ്റിൻ നമുക്കറിയാം, റോം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സാമ്രാജ്യമായിരുന്നു. നമ്മുടെ ഇംഗ്ലണ്ടിന് അടക്കം ഒരു കാലത്ത് ഇൻവേഡ് ആൾക്കാരായിരുന്നു റോമിന്റെ ലാറ്റിനിലെ റോമിലെ രാജാക്കന്മാർ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഏരിയകളിലേക്ക് റോമിലെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടോ, ഇൻവേഷന്റെ ഭാഗമായിട്ടും മൈഗ്രേഷന്റെ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. അവരൊക്കെ പോയി എന്ത് ചെയ്തു? ദേ യൂസ്ഡ് വൾഗർ ലാറ്റിൻ ലാംഗ്വേജസ് ലൈക്ക് ഫ്രഞ്ച്, സ്പാനിഷ്, പോർച്ചുഗീസ്, ഇറ്റാലിയൻ, ഇങ്ങനെ ഒരു 2 ലാംഗ്വേജും ഉണ്ട്. അത് മെയിൻ ലാംഗ്വേജ് ഇതാണ് കേട്ടോ. ദീസ് ലാംഗ്വേജസ് ആർ കോൾഡ് വാട്ട്? നോട്ട് ലാറ്റിൻ, റൊമാൻസ് ലാംഗ്വേജ്. വൾഗർ ലാറ്റിൻ എന്ന് പറഞ്ഞ സാധനത്തിന് വേറെ പേരാണ് റൊമാൻസ് ലാംഗ്വേജസ്. അത് കറക്റ്റ് ലാറ്റിൻ അല്ല. ലാറ്റിന് കുറെ നമ്മൾ കടമെടുത്തിട്ടും അവിടെ നമ്മൾ കടമെടുത്തിട്ടുണ്ടാക്കുന്ന ലാംഗ്വേജാണ്
റൊമാൻസ് ലാംഗ്വേജ് ദാറ്റ്സ് കോൾഡ് ഇറ്റ്സ് വൾഗർ ലാറ്റിൻ. മറന്നു പോണ്ട, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ സംഭവം. അതിൽ ഈ ലാംഗ്വേജ് കൊടുത്തത് ഫ്രഞ്ചും സ്പാനിഷും പോർച്ചുഗീസും ഇറ്റാലിയനും കേട്ടോ. അതിൽ വൾഗർ ലാറ്റിൻ വരുന്ന അല്ലെങ്കിൽ റൊമാൻസ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അടുത്ത് നോക്കാം, വെരി വെരി ഇമ്പോർട്ടന്റ്, ബാൾട്ടോ സ്ലാവിക് ഓർ ബാൾട്ടോ സ്ലാവോണിക്, രണ്ടും പറയപ്പെട്ടു. ബാൾട്ടോ സ്ലാവിക് ഓർ ബാൾട്ടോ സ്ലാവോണിക്. ഇത് മാത്രമേ ഉള്ളൂ. ഇത് ലാറ്റിനില് വൾഗർ ലാറ്റിനോ, ഇത് റൊമാൻസ് ലാറ്റിനോ ആണ് ഇത്രേ പഠിക്കാനുള്ളൂ. അത്ര മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ, വേറെ അതിനപ്പുറത്തൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അടുത്ത് നോക്കാം, ബാൾട്ടോ സ്ലാവിക് ഓർ ബാൾട്ടോ സ്ലാവോണിക് ലാംഗ്വേജ് എന്താണ്? 2 മെയിൻ ഗ്രൂപ്പ്സുകളാണ് ഇതിനുള്ളത്. ഏതൊക്കെയാ? ബാൾട്ടിക് ആൻഡ് പറയ്, Slavic. സ്ലാവിക് ഓർ സ്ലാവോണിക്. ഇത് രണ്ടുമാണ് ഇത് ലാംഗ്വേജസ്. The Balto-Slavic branch is a part of the Indo-European family. It is divided into 2 main groups: Baltic languages, Slavic languages. ബാൾട്ടിക് ലാംഗ്വേജിൽ പെട്ട ലാംഗ്വേജുകൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3 ബാൾട്ടിക് ലാംഗ്വേജുകൾ പെട്ട ലാംഗ്വേജ് അല്ലേ. 3 മെയിൻ ബാൾട്ടിക് ലാംഗ്വേജസ്. ഇതൊക്കെ നമ്മുടെ ശ്യാമ ടെക്സ്റ്റിലോ നമ്മൾ പഠിച്ച സംഭവം എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും സംഭവമൊക്കെ. ഓൾഡ് പ്രഷ്യൻ, ലാത്വിയൻ, ലിത്വാനിയൻ. ഇതാണ് ബാൾട്ടിക് ഗ്രൂപ്പിൽ പെടുന്ന 3 ലാംഗ്വേജുകൾ. മെയിൻ ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജ് ഇത് 3 ഇതേ ക്വസ്റ്റ്യൻ അപ്പോൾ വേറെ ക്വസ്റ്റ്യൻ വരില്ല. ഓൾഡ് പ്രഷ്യൻ, ലാത്വിയൻ, ലിത്വാനിയൻ. ഓക്കെ, റെഡിയാണോ? ഇതൊക്കെ ചെറിയ ഷോർട്ട് നോട്ട് അവിടെ നിൽക്കും, വേറെ ഒന്നും പുറത്തു പോകുന്നില്ല. അവിടെ സ്ലാവിക്കിലാണെങ്കിലോ മെനി ലാംഗ്വേജ് ഇൻ ദിസ് ഗ്രൂപ്പ്, ഒരുപാട് ലാംഗ്വേജ് വരുന്നുണ്ട്. അതുകൊണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ നോക്കി പോകണം. റഷ്യൻ വരുന്നുണ്ട്. റഷ്യയുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ലാവിക് ലാംഗ്വേജ് റഷ്യൻ. പിന്നെ പോളിഷ് വരുന്നുണ്ട്, സെഷൻ ഉസ്ബെക്കിസ്ഥാൻ ലാംഗ്വേജ് ആണ്. സ്ലോവാക്ക് ചെക്കോസ്ലോവാക്കിയ ലാംഗ്വേജ്, യുക്രൈനിയൻ, സെർബിയൻ, ക്രൊയേഷ്യൻ, ബൾഗേറിയൻ. ഇതൊക്കെ ഇതിന് വേറെ വഴിയൊന്നുമില്ല കേട്ടോ. ഇതിന് വേറെ ഷോർട്ട് കട്ട് ഒന്നും പറഞ്ഞില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ. ഇത്രയും സിമ്പിളായി തന്നെന്ന് വെച്ചാൽ ഇതൊക്കെ പഠിക്കാനുള്ളതാണ്. ബാൾട്ടിക്കും സ്ലാവിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. റെഡിയാണോ? ബാൾട്ടിക് ഓൾഡ് പ്രഷ്യൻ, ലാത്വിയൻ, ലിത്വാനിയൻ. ദെൻ സ്ലാവിക് ആണെങ്കിലോ റഷ്യൻ വരും, പോളിഷ് വരും, സെസ് വരും, ചെക്കോസ്ലോവാക്കിയ ലാംഗ്വേജ് സ്ലോവാക്ക്, യുക്രൈനിയൻ വരും, സെർബിയൻ വരും, ക്രൊയേഷ്യൻ വരും, ബൾഗേറിയൻ വരും. റെഡിയാണോ? സാർ ആ പറഞ്ഞോ. സാർ ഈ മാർക്ക് ചെയ്ത PDF ഒന്ന് ഇടുവോ? മാർക്ക് PDF സാർ ഇപ്പൊ ക്ലാസ് എടുക്കുന്ന ഈ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്തത്. അതിന്റെ ആവശ്യമില്ല. ഒരു ചെറിയ ഷോർട്ട് നോട്ട് എടുക്കുക, അതിൽ എഴുതി പഠിക്കുക. അതിനിപ്പോ ഞാൻ ഇപ്പൊ ഇടാൻ നിൽക്കണ ആവശ്യമുണ്ടോ? ഇടണോ? ഇടണേട്ട കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇനി സ്ലാവിക് ഗ്രൂപ്പ് is also divided into 3 subgroups: East Slavic, West Slavic, South Slavic. Slavic, Russian, Ukrainian, ബെലാറൂസിയൻ, പോളിഷ്, സെസ്, സ്ലോവാക്ക്, സെർബിയൻ, ക്രൊയേഷ്യൻ, ബൾഗേറിയൻ. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ ഷാമ ടെക്സ്റ്റിൽ കറക്റ്റ് പറയണ്ട. അതുകൊണ്ട് അടുത്തൊന്ന് മാത്രം. ചിലപ്പോൾ മേ ബി ഇപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. അപ്പൊ അത്രയാണ് ബാൾട്ടോസ്ലാവിക്ക് വരുന്ന സാധനങ്ങൾ. ഇതാണ് നമുക്ക് വരുന്ന മെയിൻ സാധനം, ജർമാനിക് ബ്രാഞ്ച്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാനുള്ള ഏരിയ ആണ് ജർമാനിക് ബ്രാഞ്ച്. എന്താണ് Germanic branch is one of the most important branches of the Indo-European language family. It includes English, German, Dutch, Swedish, Norwegian, Danish, Icelandic and more. ഒരുപാട് ലാംഗ്വേജ് വരുന്നുണ്ട് ജർമ്മൻ ബ്രാഞ്ചിൽ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഇംഗ്ലീഷ് ആണ് ഓർത്ത് വെക്കുക. മെയിൻ ഡിവിഷൻസ് ഇൻ ജർമ്മനിക് ബ്രാഞ്ച്: ഈസ്റ്റ് ജർമാനിക്, വെസ്റ്റ് ജർമാനിക്. ഈസ്റ്റ് ജർമാനിക് എന്തില്ല, നിലവിലിപ്പോൾ ഇല്ലാത്ത ലാംഗ്വേജ് ആണ്, ഗോത്തിക് ലാംഗ്വേജ് എന്ന് പറയും. ഇറ്റ് വാസ് സ്പോക്കൺ ബൈ ദ ഗോത്സ്, എ ഗ്രൂപ്പ് ഓഫ് ഈസ്റ്റ് ജർമാനിക് പീപ്പിൾ. No modern language come from this group. Only a few texts survive, like the Gothic Bible translated by Bishop Ulfilas. ഇത് പഠിച്ചു പോയി ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. ഈ ജർമാനിക് അതിലിപ്പോൾ നിലവിൽ എക്സ്റ്റിൻക്ട് ചെയ്യാത്ത, അതായത് ആ ഒരു ഗോത്തിക് ലാംഗ്വേജിന് ശേഷം ആ ഗോത്തിക് ലാംഗ്വേജിൽ നിന്ന് വേറൊരു ലാംഗ്വേജ് ഡെവലപ്പായി വന്നിട്ടില്ല. അതുകൊണ്ട് ആ ലാംഗ്വേജ് എന്ത് ചെയ്തു, അവിടെ നിന്നു. അതിനുശേഷം ആ ലാംഗ്വേജ് ഒന്നുമില്ല. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഈസ്റ്റ് ജർമാനിക് ഈസ് കോൾഡ് എക്സ്റ്റിങ് ലാംഗ്വേജ്. എന്താണ് നിലവിൽ ഇടത്ത് ലാംഗ്വേജ്, ആ ലാംഗ്വേജ് സംസാരിക്കുന്നില്ല. അടുത്തതാണ് വെസ്റ്റ് ജർമാനിക്. ഇതിലാണ് എന്ത് വരുന്നത്, ഇംഗ്ലീഷ് വരുന്നതിലാണ് കേട്ടോ. വെസ്റ്റ് ജർമാനിക്കിലാണ് വരുന്നത്. സോറി, വെസ്റ്റ് ജർമാനിക്കല്ല, നോർത്ത് ജർമാനിൽ ഇംഗ്ലീഷ് വരുന്നത്. ഓൾഡ് ഇംഗ്ലീഷ് വരുന്നത് നോർത്ത് ജർമാനിക്കിലാണ്, ഇതിലല്ല കേട്ടോ, ഓർത്ത് വെക്കാം. അല്ല, വീണ്ടും മാറി. വെസ്റ്റ് ജർമാനിക്കിലാണ് ഇംഗ്ലീഷ് വരുന്നത്. അങ്ങോട്ട് മാറിപ്പോയി. സോറി. Gave rise to English, German, Dutch, Afrikaans, Yiddish and others. English comes from this group, divided into 2 groups: High German, Low German. അത് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് നോക്കി വെക്കാതെ മാത്രം. എക്സാമ്പിൾസ് ഓഫ് വെസ്റ്റ് ജർമാനിക് ലാംഗ്വേജസ്: ഹൈ ജർമ്മൻ, സ്റ്റാൻഡേർഡ് ജർമ്മൻ, സ്വിസ് ജർമ്മൻ, ലോ ജർമ്മൻ ആണ് ഓൾഡ് സാക്സൺ,
ഓൾഡ് ഫ്രിഷ്യൻ, ഓൾഡ് ഇംഗ്ലീഷ്. അത്രേ ഉള്ളൂ അതിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇതൊക്കെ അത്രയും പോയിന്റ് പ്രിസൈസ് തന്നൊക്കെയാണ് കേട്ടോ. അല്ല ഇതിന് ഒരുപാട് സംഭവം പഠിക്കാൻ നമുക്ക്, പക്ഷെ സമയമില്ല നമുക്കൊന്നും. അത് എക്സാം പോയിന്റിൽ മാത്രം നോക്കിപ്പോഴാണ് പറഞ്ഞത്. ഇതിനൊക്കെ എക്സാം പോയിന്റ് വരാൻ സാധ്യത ക്വസ്റ്റൻ എന്താ വെച്ചാൽ ഇംഗ്ലീഷ് ഏതിൽ പെടുന്നു, ഏത് ലാംഗ്വേജ് ഫാമിലി പെടുന്ന ഏതാണ്? വെസ്റ്റ് ജർമാനിക്. ജർമ്മൻ ലാംഗ്വേജ്, ജർമ്മൻ ഫാമിലി പെടുന്നതാണ്. പക്ഷെ പ്രോബ്ലി പെർട്ടിക്കുലർലി വെസ്റ്റ് ജർമാനിക് വരുന്നതാണ്. അപ്പൊ എക്സാമിൽ ഇതുണ്ടാവും ഓപ്ഷനിൽ വെസ്റ്റ് ജർമാനിക്, ഈസ്റ്റ് ജർമാനിക്, നോർത്ത് ജർമാനിക് ഒക്കെ ഉണ്ടാവും. അപ്പോൾ തെറ്റാൻ പാടില്ല. ഇറ്റ് ഈസ് ഇൻക്ലൂഡ് ഇൻ ദി വെസ്റ്റ് ജർമാനിക്, ഓർമ്മ ഉണ്ടായിക്കോട്ടെ. പിന്നെ നോർത്ത് ജർമാനിക് പറഞ്ഞു, ഇറ്റ് ഇൻക്ലൂഡ്സ് ലാംഗ്വേജ് സ്പോക്കൺ നോർത്തേൺ യൂറോപ്പ്, സ്കാൻഡിനേവിയൻ ലാംഗ്വേജ്, സ്വീഡിഷ്, നോർവീജിയൻ, ഡാനിഷ്, ഐലാൻഡിക്, ഫറോസ്. ദീസ് ലാംഗ്വേജ് ഡെവലപ്ഡ് ഫ്രം ഓൾഡ് നോസ്, ദ ലാംഗ്വേജ് ഓഫ് ദി വൈക്കിങ്സ്. ഇത് ഓർമ്മയുണ്ടോ? വൈക്കിങ്സിന്റെ പേര് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓർമ്മയുണ്ടോ? ഞാൻ പണ്ട് ക്ലാസ് എത്തുന്നല്ലോ, ലാംഗ്വേജ് ഓർമ്മയില്ലേ? ലോസ്മെൻ എന്ന് വിളിക്കുന്ന ആരാണ്? ഇവരെന്താ ചെയ്ത്? ഇവര് എങ്ങോട്ടാ വന്നത്? ഇംഗ്ലണ്ട് ഇൻവേഡ് ചെയ്യാൻ വന്നു അല്ലെ. പിക്സിനെയും സ്കോട്ടിനെയും സ്കോട്ടിനെയും ആംഗ്ലോ സാക്സൺസിനെയും തെറിപ്പിച്ച ആരും വന്നു അങ്ങോട്ട്? ഈ വൈക്കിങ്സാ വരുന്നത്. അത് പിന്നെ പറയുന്നുണ്ട്, നമുക്ക് പറഞ്ഞുതരാം. അത് കുറച്ച് സ്ലൈഡ് വരുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് നമുക്ക് എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാനുള്ള ലാംഗ്വേജ് ഫാമിലിയിൽപ്പെട്ട കാര്യങ്ങൾ. പിന്നെ നോക്കാനുള്ളത്, the Germanic language changed a lot from the original Indo-European. They added stress on the first syllable of words. They changed the sound system, explained by Grimslow. English was originally a Germanic language spoken by tribes like the Anglo-Saxons and Jews who came to Britain from the what is now Germany and Denmark. Over time, English borrowed many words from Latin, French and other languages, but it is based still in Germanic. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ലാറ്റിനിൽ നിന്നും ഫ്രഞ്ചിൽ നിന്നൊക്കെ ലാംഗ്വേജിൽ നിന്നും കടമെടുക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? വാട്ട് കടമെടുക്കൽ കാരണം എന്തുകൊണ്ടാ? അല്ലെങ്കിൽ വൈ സം വേർഡ്സ് have included in the English language is originally French or Latin? എന്തുകൊണ്ടാ? കാരണം എന്തുകൊണ്ടാ? നമ്മുടെ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആകെ ആരായിരുന്നുണ്ടായിരുന്നത്? നമ്മുടെ അവരുടെ പേരെന്തായിരുന്നു മറന്നുപോയല്ലോ. കെൽറ്റുകൾ. അവര് സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷയിലേക്ക് ആര് വരികയാണ്? ആംഗിൾസും സാക്സൺസും ജൂഡ്സ് എന്ന് പറയുന്ന 3 മെർസണറീസ്, ഒരു വാണ്ടറിങ് ട്രൈബുകളാണ്, ഡൊമാഡിക് ട്രൈബുകളാണ്. അവരെങ്ങോട്ട് വരികയാണ്? ഇംഗ്ലണ്ടിലേക്ക് വന്നിട്ട് അവര്, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എന്നറിയപ്പെടുന്ന അന്ന് ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന, ബ്രിട്ടൻ അല്ല, ബ്രൈറ്റോൺസ്. അതാണ് ആ ഒരു ബ്രൈറ്റോൺസ് പറഞ്ഞ ആരാണ്? ആ കെൽറ്റ് വേറെ ഗ്രൂപ്പ് ആളുകളാണ്. അവർ ജീവിച്ചിരുന്ന ആ പ്രദേശത്ത് വിളിക്കുന്ന പേരെന്തായിരുന്നു? ബ്രൈറ്റോൺസ് വിളിക്കുന്നത്. സോ ലേറ്റർ അത് ബ്രിട്ടൻ ആയി. ദെൻ ലേറ്റർ ലാൻഡ് ഓഫ് ആംഗിൾസ് എന്ന് മാറി വിളിച്ചെന്ത് ചെയ്തു? ആംഗിൾ ലാൻഡ് വിളിച്ച് എന്ത് ചെയ്തു? അത് ഇംഗ്ലണ്ടായി മാറുകയും ചെയ്തു. ഇതൊക്കെ അന്ന് പറഞ്ഞത് അവിടെ ഇപ്പോഴും പറയുന്നില്ല. അത് ഞാൻ ജസ്റ്റ് പറയുമ്പോൾ പറഞ്ഞുതരാം. Over time, English borrowed many words from Latin, French and other languages, but it's still Germanic. Old English, like in Beowulf, came from West Germanic. Germanic tribes spread across Europe, talking their language with them. ഇനി ജനറൽ കാറ്റഗറിസ് ഓഫ് ഇന്തോ-യൂറോപ്യൻ ലാംഗ്വേജ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാറ്റഗറിസ് അതുപോലെ ശ്യാമല ടെക്സ്റ്റ് പറയുന്നുണ്ട്, ഇത് പഠിച്ചു വെക്കാൻ വേണം. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? കോംപ്ലക്സ് ഗ്രാമർ സിസ്റ്റം ഇൻക്ലൂഡിങ് ഗ്രാമാറ്റിക്കൽ ജെൻഡർ. എന്താ പറയ്? ഇംഗ്ലീഷ് യൂസ് ടു ഹാവ് ഗ്രാമാറ്റിക്കൽ ജെൻഡർ ബട്ട് നൗ മോസ്റ്റ്ലി ഹാസ് നാച്ചുറൽ ജെൻഡർ. ഹി, ഷീ, ഇറ്റ് അല്ലേ? നമ്മൾ ആണിന് ഹീ എന്ന് ഉപയോഗിക്കും, പെണ്ണ് നമ്മൾ ഷീ എന്ന് ഉപയോഗിക്കും, നമ്മൾ ന്യൂട്രൽ എന്ന് ഉപയോഗിക്കും, ഇറ്റ് എന്ന് ഉപയോഗിക്കും. ഇത് പണ്ട് സിസ്റ്റമാണ്, ഇപ്പോഴും കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഒരുപാട് ചേഞ്ച് വന്നുകൊടുക്കുന്നുണ്ട് ലാംഗ്വേജിന് ഇപ്പോൾ. അതാണെന്ത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനുണ്ടായിരുന്ന ഒരു അല്ലെങ്കിൽ ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജിനുണ്ടായിരുന്ന ഒരു കാറ്റഗറിസ്. ഫസ്റ്റ് വൺ എന്താണ്? കോംപ്ലക്സ് ഗ്രാമർ സിസ്റ്റം ഇൻക്ലൂഡിങ് ഗ്രാമാറ്റിക്കൽ ജെൻഡർ. ഓർത്ത് വെക്കണേ, ഇപ്പോഴും മറന്നു പോകരുത്. അടുത്ത് നോക്കാം, ഹൈലി ഇൻഫ്ലക്റ്റഡ്. എന്താ ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്? ഇംഗ്ലീഷ് ഹാസ് ഫ്യൂവർ ഇൻഫ്ലക്ഷൻസ് ടുഡേ ബട്ട് സം സ്റ്റിൽ റിമൈൻ. അല്ലേ? ഒരുപാട് ഇൻഫ്ലക്ഷൻസ് ഒഴിവായി അല്ലേ? അതെന്താണ്? നമ്മൾ ഒരു വേർഡിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും? അതിന്റെ ESO അല്ലെങ്കിൽ ഈഡ് ചേർത്ത് എന്ത് ചെയ്യും? അതിന്റെ മീനിങ് മാറ്റും. ഇൻഫ്ലക്ഷൻസ് ചേർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ മീനിങ് മാറ്റിക്കൊണ്ടിരിക്കും. ടെൻസ് ചേഞ്ച് വരും. അതുപോലെ തന്നെ ബോയ് എന്നുള്ള സാധനം നമ്മൾ ഒരു എസ് ചേർത്ത് എന്തായിട്ട് മാറും? ഒരു കോമട്ട് എന്തായിട്ട് മാറി? പൊസസീവായി അല്ലേ? പൊസഷനായി. ആ കോമ ഇല്ലെങ്കിലോ അത് കൂടുതലായിട്ട് മാറി. അതാണ് എന്ത്? ഹൈലി ഇൻഫ്ലക്റ്റഡ് ആയിരുന്നു പണ്ട് കാലം. എന്ത്? ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജ് പെട്ട ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജുകളും
ഹൈലി ഇൻഫ്ലക്റ്റഡ് ആയിരുന്നു ആൻഡ് ഇൻക്ലൂഡിങ് ഗ്രാമാറ്റിക്കൽ ജെൻഡറും അന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതാണ് കോമൺ വേർഡ് സ്റ്റോക്ക്. അതിന് മീനിങ് എന്താ? ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജുകൾ ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജുകളും അവിടെ നിന്നും ഇവിടെ നിന്നും കുറേ വേർഡ് സ്റ്റോക്കുകൾ, അതായത് എന്താണ്, വൊക്കാബുലറീസ് ഷെയർഡ് ഉണ്ടായിരുന്നു. അതായത് ഇംഗ്ലീഷ് ഷെയർസ് മെനി റൂട്ട്സ് വിത്ത് അതർ ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജ് അല്ലേ. ഇംഗ്ലീഷ് എന്നല്ല എല്ലാ ലാംഗ്വേജുകളും ഒരുപാട് മറ്റുള്ള ലാംഗ്വേജുകളിൽ നിന്ന് ഒരുപാട് ലാംഗ്വേജ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിട്ടുണ്ടായിരുന്നു, വൊക്കാബുലറീസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ കൊടുത്തിട്ട് മദർ എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ വരുന്ന വേർഡ് എവിടെ നിന്ന് വന്നാണ്? മാറ്റർ എന്ന് പറഞ്ഞ ലാറ്റിൻ വന്നതാവാം, അല്ലെങ്കിൽ മട്ടർ എന്ന് പറഞ്ഞ ജർമ്മൻ ലാംഗ്വേജിൽ വന്നതാവാം. അപ്പോൾ അവരെന്തോ ഒരു സിമിലാരിറ്റി നമുക്ക് കാണാൻ പറ്റും. അതാണ് എന്ത് കോമൺ വേർഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർഡ് വൊക്കാബുലറി ഉദ്ദേശിക്കുന്നത്. അടുത്തെന്താണ്? 3 persons. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, പറയ്. തേർഡ് പേഴ്സൺ അല്ലേ. ഫസ്റ്റ് പേഴ്സൺ ഐ, സെക്കൻഡ് പേഴ്സൺ യു, തേർഡ് പേഴ്സൺ ഹി ഓർ ഷീ. ഇംഗ്ലീഷ് വേർഡ് ചേഞ്ച് ബേസ്ഡ് ഓൺ ദി സബ്ജക്റ്റ്. അതാണ് 3 പേഴ്സൺ ഉദ്ദേശിക്കുന്നത്. യൂസ് അഫിക്സേഷൻ, നമ്മൾ ഫിക്സേഷൻ യൂസ് ചെയ്യാറില്ലേ? റീറൈറ്റ്, ഒരു വേർഡിന് മുന്നേ പ്രിഫിക്സും സഫിക്സും ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും, വേറെ വേർഡുകളും ഉണ്ടാകും. ഞങ്ങൾക്ക് പേരുണ്ട് അഫിക്സേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ യൂസ് കോമ്പൗണ്ടിങ് ടു ഫോം ന്യൂ വേർഡ്. നമ്മൾ എന്ത് ചെയ്യും, കോമ്പൗണ്ടിങ് വേർഡുകൾ യൂസ് ചെയ്യും അല്ലേ. ഇപ്പോൾ ബെഡ്ഷീറ്റ്, ബ്ലാക്ക് ബോർഡ്, സ്നോമാൻ, ഇത് നമ്മൾ ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാ സംഭവം ഓർത്ത് വെക്കണം, മറന്നു പോകണ്ട. ഏതൊക്കെയാണ് പറഞ്ഞു നോക്കുകയാണെ? കോംപ്ലക്സ് ഗ്രാമർ സിസ്റ്റം ആയിരുന്നു, ഗ്രാമാറ്റിക്കൽ ജെൻഡർ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. സെക്കൻഡ് വൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓർ ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജ് ഹൈ ഇൻഫ്ലക്റ്റഡ് ആയിരുന്നു. തേർഡ് വൺ കോമൺ വേർഡ് സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു. ഫോർത്ത് വൺ 3 പേഴ്സൺസ്, അതായത് മറ്റുള്ള പേഴ്സൺ ഉപയോഗിച്ചിരുന്നു. പിന്നെ അഫിക്സേഷൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ദെൻ ലാസ്റ്റ് വൺ കോമ്പൗണ്ടിങ് വേർഡുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജിൽ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അതിപ്പോഴും കുറേയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വലിയ ചേഞ്ച് വന്നിട്ടില്ല, വരും വിചാരിക്കാം. ഇത്രയാണ് അതിൽ വരുന്ന സംഭവങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്ത്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഗ്രിംസ് ലോ, വേർണേഴ്സ് ലോ. ആർക്കും അറിയോ ഗ്രിംസ് ലോ എന്താ? ആർക്കും അറിയോ? ആർക്കും അറിയില്ലേ? അത് Consonant sound shift. കോൺസണന്റ് സൗണ്ട് ഷിഫ്റ്റ്. ഗ്രിംസ് ലോ ഇസ് ഓൾസോ നോൺ ആസ് ജർമാനിക് സൗണ്ട് ഷിഫ്റ്റ്. പിന്നെ വേറെന്തൊക്കെ അറിയാം? സൗണ്ട് ഷിഫ്റ്റ് വരുന്നത് സൗണ്ട് ഷിഫ്റ്റ്, ഏക സൗണ്ട് ഷിഫ്റ്റ് വരുന്നത് എന്ന് പറയുന്ന പ്ലോസീവ്സ്. അതാണ് കാര്യമായിട്ട് വരുന്ന സാധനം. പക്ഷെ അത് മാത്രമല്ല പഠിക്കാൻ, നമ്മൾ വൃത്തി പഠിച്ച വിഷയം എന്താ വെച്ചാൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചിലപ്പോൾ നേരിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അപ്പം കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത് മൊത്തം പഠിക്കണം. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓരോ വേർഡും ഞാൻ പറഞ്ഞ സമയത്ത് ശ്രദ്ധിച്ചിരുന്നോളി. പിന്നെ പറയാൻ വയ്യാത്തതൊന്നല്ല, ബുദ്ധിമുട്ടല്ല വയ്യ, എന്നാലും നല്ല സ്ട്രെസ് ഇട്ടപ്പോൾ ക്ലാസ് എടുക്കുന്നതന്നെ ഞാൻ. ഗ്രിംസ് ലോ ഓൾസോ കോൾ ദ ജർമാനിക് സൗണ്ട് ഷിഫ്റ്റ്. ഫസ്റ്റ് പോയിന്റ് കിട്ടിയല്ലോ, എന്താ? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി ജർമാനിക് സൗണ്ട് ഷിഫ്റ്റ്. അപ്പൊ അതിനർത്ഥം എന്താണ്? ആകെ ജർമ്മൻ ഫാമിലി, ലാംഗ്വേജ് ഫാമിലി മാത്രമേ എന്ത് വരുന്നുള്ളൂ, ഈ ഗ്രിംസ് ലോയും വേർണേഴ്സ് ലോയും അപ്ലിക്കബിൾ ആവുന്നുള്ളൂ. ഓർത്ത് വെക്കാം. ക്ലിയർ ആണോ? ഓക്കെ. ഡിസ്ക്രൈബ്സ് ഹൗ സെർട്ടൈൻ കോൺസണൻസ് ചേഞ്ച് ആസ് പ്രോട്ടോ ഇന്തോ യൂറോപ്യൻ ഡെവലപ്ഡ് ഇൻ ടു പ്രോട്ടോ ജർമാനിക്. അപ്പോൾ പറഞ്ഞു പ്രോട്ടോ ഇന്തോ യൂറോപ്യൻ അല്ലെങ്കിൽ ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയിൽ നിന്നും അവരിൽ നിന്നും നമ്മൾ ഇവോൾവ് ചെയ്ത് വന്ന ലാംഗ്വേജുകൾ എന്ത്, ഈ പ്രോട്ടോ ജർമാനിക് എന്ന് പറയുന്ന ലാംഗ്വേജ് ഫാമിലി. അതിന് വെസ്റ്റ് ജർമാനിക് ഉണ്ട്, ഈസ്റ്റ് ജർമാനിക്, നോർത്ത് ജർമാനിക് ഉണ്ട്. ആദ്യം പ്രോട്ടോ ഇന്തോ യൂറോപ്യനും പിന്നെ ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി വന്നു. അതിനുശേഷം എന്ത് വന്നു? പ്രോട്ടോ ജർമാനിക് വന്നു. ആ ജർമാനിക്കിൽ നിന്ന് വെസ്റ്റ് ജർമാനിക്, നോർത്ത് ജർമാനിക്, ഈസ്റ്റ് ജർമാനിക് വന്നു. വെസ്റ്റ് ജർമാനിക്കിൽ എന്ത് വരുന്നത്? ഇംഗ്ലീഷ് വരുന്നത് അല്ലേ? അപ്പൊ അത് ഇനി ഇത് കണ്ടെത്തിയ ആള് പേരാണെന്ത്? നെയിംഡ് ആഫ്റ്റർ ജേക്കബ് ഗ്രിം ഓഫ് ഗ്രിം ബ്രദേഴ്സ്. ജേക്കബ് ഗ്രിം എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്തത്? ഈ ഗ്രിംസ് ലോ എന്ന് പറയുന്ന ലോ പ്രൊപ്പൗണ്ട് ചെയ്തു. അത് ഓർത്ത് വെക്കാം. എ സെറ്റ് ഓഫ് റൂൾസ് എക്സ്പ്ലെയിനിങ് ഹൗ പ്രോട്ടോ ഇന്തോ യൂറോപ്യൻ സ്റ്റോപ്പ് ഓർ പ്ലോസീവ് കോൺസണൻസ് ഷിഫ്റ്റഡ്. അതായത് പ്രോട്ടോ ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജിലായിരുന്ന സമയത്ത് നമ്മൾ സംസാരിച്ചിരുന്ന വേർഡുകളിൽ ഉപയോഗിച്ചിരുന്ന ആ ഒരു സൗണ്ടുകളല്ല ജർമാനിക്കിലേക്ക് വന്നപ്പോൾ അതിന് മാറ്റം സംഭവിച്ചു, ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞത്? ഗ്രിം പറഞ്ഞത്. അത് എവിടേക്കാണ് ആ ഷിഫ്റ്റ് വന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ റാസ്മസ് റാസ്ക്, എ ഡാനിഷ് ലിംഗ്വിസ്റ്റ്, ഇൻ 1818. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ഫസ്റ്റ് ഈ സാധനം ഒബ്സർവ് ചെയ്ത ആരാണ്? റാസ്മസ് റാസ്ക് എന്ന് പറയുന്ന ഒരു ഡാനിഷ് ലിംഗ്വിസ്റ്റ് ആണ് ആദ്യം ഈ സംഭവം
നോട്ട് ചെയ്തത്. അതിന് ശേഷമാണ് ഗ്രിം എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നത്, ജേക്കബ് ഗ്രിം ഇതുമായിട്ട് സ്റ്റഡീസ് നടത്തുന്നു. ഒരു ഗ്രിംസ് ലോ എന്ന് പറയുന്ന ലോ പ്രൊപ്പൗണ്ട് ചെയ്യുന്നു. ജേക്കബ് ഗ്രിം, എ ജർമ്മൻ ഫിലോളജിസ്റ്റ്, പബ്ലിഷ്ഡ് ദ ലോ ഇൻ ഹിസ് ബുക്ക്. ഈ വർക്ക് ഓർത്ത് വെക്കണേ, ഡ്യൂസ് ഗ്രമാറ്റിക് ഇൻ 1822. ഈ വർക്കിലാണ് ഇദ്ദേഹം ഗ്രിംസ് ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയും പോയിന്റുകള് ഒട്ടും വിടാല്ലേ, നമുക്ക് എല്ലാം ഇമ്പോർട്ടൻ്റാ. ക്ലിയർ ആണോ? അത്രയും പറഞ്ഞ പോയിന്റുകള്. ഇത് സംഭവം ഇതൊന്ന് ഫസ്റ്റ് കറക്റ്റ് മനസ്സിലാക്കി മാത്രം പിന്നെ ബാക്കി സ്ഥിരമാണ് പറഞ്ഞത്. അതായത് പ്രോട്ടോ ഇന്തോ യൂറോപ്യൻ അല്ലെങ്കിൽ പ്രോട്ടോ ഇന്തോ യൂറോപ്യൻ എന്ന് പറയുന്ന ആ ലാംഗ്വേജ്, ആ ഏൻഷ്യൻ ലാംഗ്വേജ് കത്തിയോ എവിടെ? നമ്മുടെ ഇന്തോ യൂറോപ്യന്റെയും ഒക്കെ ലാംഗ്വേജ്, ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയുടെ ഏറ്റവും നമ്മളെ എന്താ പറയാ ഹെഡ് അല്ലെങ്കിൽ തല എന്ന് പറയില്ല, തന്ത എന്ന് പറയല്ലോ, നമ്മളൊക്കെ വല്ലിപ്പാന്ന് പറയല്ലോ, അതാണ് എന്ത് പ്രോട്ടോ ഇന്തോ യൂറോപ്യൻ. മനസ്സിലായോ? അതിൽ നിന്നും ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി വന്നു, ഒരുപാട് ലാംഗ്വേജ് ഫാമിലീസ് വന്നു. അതിൽ വരുന്നൊരു ലാംഗ്വേജ് ഫാമിലി എന്ത്, പ്രോട്ടോ ജർമാനിക്. ആ ലാംഗ്വേജ് ഫാമിലിയിലേക്ക് വന്ന മാറ്റം, അതായത് പ്രോട്ടോ ഇന്തോ യൂറോപ്യൻ സംസാരിച്ചിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന 3 സൗണ്ടുകൾ ഏതൊക്കെയാണ് സൗണ്ടുകൾ? പ്, ട്, ക്ക്. ഈ പ്, ട്, ക്ക് സൗണ്ടുകൾ അത് വെസ്റ്റ് ജർമാനിക് അല്ലെങ്കിൽ ജർമാനിക് ലാംഗ്വേജിലേക്ക് ഫാമിലിക്ക് വന്നപ്പോൾ എന്തായിട്ട് മാറി? ആ ഫ്, ത്, ഹ് സൗണ്ട് ആയിട്ട് മാറി. അതാണ് പറയുന്നത് Fricatives. ഗ്രിംസ് ലോയുടെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ്. ക്ലിയർ ആണോ? നമുക്ക് ക്ലിയർ ആണോ? നമുക്ക് റെഡി ആണോ? Fricatives അല്ലേ? ആ അത് ഫ്രിക്കേറ്റീവ് പറഞ്ഞുതരാം, അതവിടെ നിൽക്കട്ടെ. അത് റെഡി ആണോ? നമുക്ക് റെഡിയാണ്. ഓക്കെ. ഇനി അടുത്ത അത് പറയാൻ വരട്ടെ, അത് അതിന് മുന്നേ തീർക്കട്ടെ. അത് കണ്ടെത്തിയ ആളെ പേരാണെന്ത്? ജേക്കബ് ഗ്രിം. ഓർത്ത് വെക്കുക, മറന്നു പോകണ്ട. എ സെറ്റ് ഓഫ് റൂൾസ് എക്സ്പ്ലെയിനിങ് ഹൗ പ്രോട്ടോ ഇന്തോ യൂറോപ്യൻ സ്റ്റോപ്പ് അല്ലെങ്കിൽ പ്ലോസീവ് കോൺസണൻസ് ഷിഫ്റ്റഡ്. മൂന്നാമത്തെ നോക്കുക. ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ റാസ്മസ് റാസ്ക്, എ ഡാനിഷ് ലിംഗ്വിസ്റ്റ്, ഇൻ 1818. ഇത് ഫസ്റ്റ് കണ്ടെത്തിയ ആരാണ്? ഡാനിഷ് ലിംഗ്വിസ്റ്റ് ആയ ആരാണ്? റാസ്മസ് റാസ്ക് ആണ് കണ്ടെത്തിയത്. അത് ഓർത്ത് വെക്കാം. ഇനി അടുത്താണ് ജേക്കബ് ഗ്രിം, എ ജർമ്മൻ ഫിലോളജിസ്റ്റ്, പബ്ലിഷ്ഡ് ദ ലോ ഇൻ ഹിസ് ബുക്ക് ഡ്യൂസ് ഗ്രമാറ്റിക് ഇൻ 1822. ഇതാണ് പറയുന്നത്. ഈ 4-5 പോയിന്റ് ഓർത്ത് വെക്കുക. എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സംഭവങ്ങളൊക്കെ. അടുത്ത് നോക്കാം. ഗ്രിംസ് ലോ എക്സ്പ്ലെയിൻസ് ഹൗ ഇന്തോ യൂറോപ്യൻ കോൺസണൻസ് ചേഞ്ച്ഡ് ഇൻ ടു പ്രോട്ടോ ജർമാനിക്. എന്താ പറയുന്നത്? ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി ഉണ്ടായിരുന്ന കോൺസണൻസ് അല്ലെങ്കിൽ പ്ലോസീവ്സ് എങ്ങനെയാണ് പ്രോട്ടോ ജർമാനിക് വന്ന സമയത്ത് ഉണ്ടായ ഷിഫ്റ്റുകൾ, അതാണ് നോക്കാൻ പോകുന്നത്. ഇറ്റ് കൺസിസ്റ്റഡ് ഓഫ് 3 പാർട്സ്. 3 ഭാഗങ്ങൾ അല്ലെങ്കിൽ 3 ഏരിയകളായിട്ടാണ് ആര് പറഞ്ഞത്? നമ്മുടെ ഈ ഗ്രിംസ് ലോ പ്രതിപാദിക്കുന്നത് 3 ഏരിയകളാണ് കേട്ടോ. ഓർത്ത് വെച്ച് 3 പോർഷൻസ് ആയിട്ടാണ്. 3 പോർഷൻസ്. ആ 3 പോർഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്ലോസീവ്സിന് ഫ്രിക്കേറ്റീവ്സിലേക്കാണോ അതോ ആസ്പേക്റ്റിൽ അൺആസ്പേക്റ്റിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകണ്ട. നോക്കാം നമുക്ക്. വോയിസ്ലെസ് സ്റ്റോപ്പ്. ഒറ്റ മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരെ. മോൾക്ക് അറിയുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ പറഞ്ഞു 3 പോർഷനായിട്ടാണ് വരുന്നത്. ക്ലിയർ അല്ലേ അവസാനം? കറക്റ്റ് ഓർത്ത് വെച്ചോളി. അതിൽ ഫസ്റ്റ് പാർട്ട് 1 നോക്കാൻ പോവാണ്. വോയിസ്ലെസ് സ്റ്റോപ്പുകളായ പ്, ട്, ക്ക് എന്ന് പറയുന്ന 3 സൗണ്ടുകൾ എന്തായിട്ട് മാറിയിട്ടുണ്ട്? പറഞ്ഞൂടി. എന്തായിട്ട് മാറിയിട്ടുണ്ട്? വോയിസ്ലെസ് ഫ്രിക്കേറ്റീവ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, സൗണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫസ്റ്റ് പോർഷൻ പറഞ്ഞത് എന്താണ്? വോയിസ്ലെസ് സ്റ്റോപ്പുകളായിട്ടുള്ള
പ് ട് ക് സൗണ്ടുകൾ അത് പ്രോട്ടോ ജർമാനിക്കിലേക്ക് ആയപ്പോ എന്തായിട്ട് മാറിയിട്ടുണ്ട്? വോയിസ്ലെസ് ഫ്രിക്കേറ്റീവ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആദ്യം അത് മനസ്സിലാക്കാം. വോയിസ്ലെസ് പ്ലോസീവുകളായിരുന്ന സൗണ്ടുകൾ പ് ട് ക് സൗണ്ടുകൾ വോയിസ്ലെസ് ഫ്രിക്കേറ്റീവ്സ് ആയി മാറിയിട്ടുണ്ട്. എവിടേക്ക് എത്തിയപ്പോ? എങ്ങോട്ട് എത്തിയപ്പോ? പ്രോട്ടോ ജർമാനിക്കിലേക്ക് എത്തിയ സമയത്ത്. ഇനി അതിന്റെ എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. ഏതൊക്കെയാണ്? പ് സൗണ്ട് എന്തായിട്ട് മാറി? പ് സൗണ്ട് ആയിട്ട് മാറി. അത് നോക്കാൻ പോകുന്നതാണ്. ലാറ്റിൻ നമ്മൾ പറഞ്ഞിരുന്നത് എങ്ങനെയായിരുന്നു? ലാറ്റിൻ നമ്മൾ ഉപയോഗിച്ചിരുന്ന വേർഡ് പാറ്റർ. അതിന്റെ മീനിങ് എന്തായിരുന്നു? ഫാദർ ആയിരുന്നു. അപ്പോ അതിലുണ്ടായിരുന്ന പാറ്റർ എന്ന് പറയുന്ന വേർഡ് നമ്മൾ പ്രോട്ടോ ജർമാനിക്കിൽ എത്തിയപ്പോ അതിന്റെ സംഭവം മാറിയിട്ട് എന്തായിട്ട് മാറി? പ് സൗണ്ട് എന്തായിട്ട് മാറി? പ് സൗണ്ട് ആയിട്ട് മാറി. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അടുത്ത് നോക്കാം ട് സൗണ്ട്. ട് സൗണ്ട് നമുക്കറിയാം ഒരു വോയിസ്ലെസ് പ്ലോസീവ്സ് ആണ് നമുക്കറിയാം, അല്ലെങ്കിൽ വോയിസ്ലെസ് സ്റ്റോപ്സ് ആണ് നമുക്കറിയാം. സ്റ്റോപ്സ് എന്ന് പറയുന്നത് എന്താ? പ്ലോസീവിന്റെ വേറെ പേര് അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അത് സ്റ്റോപ്പ് കൊണ്ട് വേറെ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ട് സൗണ്ട് എന്തായിട്ട് മാറും? ത് സൗണ്ട് ആയിട്ട് മാറും. എക്സാമ്പിൾ നോക്കാം. ലാറ്റിൻ ട്രസ് എന്ന് പറയുന്ന മീനിങ് എന്താ? ലാറ്റിനിലെ ട്രസ് എന്ന് പറഞ്ഞാൽ എന്താ? ത്രീ എന്ന മീനിങ്. അത് ഇംഗ്ലീഷിലേക്ക് വലിയ പ്രോട്ടോ ജർമാനിക്കിൽ മാറി എന്തായിട്ട് മാറി? ട് സൗണ്ട് എന്തായിട്ട് മാറി? ത് സൗണ്ട് ആയിട്ട് മാറി. ട് സൗണ്ട് എന്തായിട്ട് മാറി? ത് സൗണ്ട് ആയിട്ട് മാറി. ത്രീ ആയി. അടുത്ത് നോക്കാം. ക് സൗണ്ട് എന്തായിട്ട് മാറി? ക് സൗണ്ട് ആയിട്ട് മാറി. ലാറ്റിനിൽ കോഡ് എന്ന സംഭവം ഇംഗ്ലീഷിലേക്ക് എന്തായിട്ട് മാറി? ഹാർട്ടായി. ഫസ്റ്റ് ഏരിയ ക്ലിയർ ആണോ? ഫസ്റ്റ് ഏരിയ അതായത് വോയിസ്ലെസ് സ്റ്റോപ്പുകളായിരുന്ന അല്ലെങ്കിൽ വോയിസ്ലെസ് പ്ലോസീവുകളായിരുന്ന പ് ട് ക് സൗണ്ടുകൾ എന്തായിട്ട് മാറി? വോയിസ്ലെസ് ഫ്രിക്കേറ്റീവ്സ് ആയിട്ട് മാറി. നിങ്ങൾ ചിലപ്പോൾ എന്ത് മാത്രം പഠിച്ചു വെക്കും? ഈ പ് ട് ക് മാത്രം പഠിച്ചു വെക്കും. പ് ട് ക് ഫ് ത് ഹ് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇത് മുകളിൽ പഠിച്ചു വെച്ചിട്ടുണ്ടാവില്ല. എന്തായിട്ടാ മാളിൽ പഠിച്ചിട്ടുണ്ട്? ഇപ്പൊ ക്വസ്റ്റ്യൻ ചിലപ്പോൾ അതേ കാരണം. അതുകൊണ്ട് അത് രണ്ടും പഠിച്ചാൽ പറഞ്ഞിട്ടേ. ക്ലിയർ ആണോ? ഫസ്റ്റ് ക്ലിയർ ആണോ? ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആണോ? ഫസ്റ്റ് പാർട്ട് ഈ എക്സാമ്പിൾ മാത്രം ഒന്ന് പറയൂ സാറേ. എക്സാമ്പിൾ മാത്രം. പാറ്റർ എന്ന് പറഞ്ഞ വേർഡ് ലാറ്റിനുള്ള വേർഡ് അത് പ്രോട്ടോ ഇന്തോ യൂറോപ്യൻ ആയിരുന്നു. അത് എങ്ങോട്ട് വെസ്റ്റ് ജർമാനിക്ക് അല്ലെങ്കിൽ പ്രോട്ടോ ജർമാനിക്കിനെ പറ്റി എന്താ മാറി? പ് സൗണ്ട് എന്തായിട്ട് മാറി? ഫ് സൗണ്ട് ആയി. പാറ്റർ ഫാദർ. അത് നോക്കാം. ട് സൗണ്ട് എന്തായിട്ട് മാറി? ത് സൗണ്ട് ആയിട്ട് മാറി. അതായത് ലാറ്റിനിലെ ട്രസ് എന്ന് പറയുന്ന വേർഡ് ഇംഗ്ലീഷിലേക്ക് മാറിയപ്പോൾ എന്തായിട്ട് മാറി? ഈ ട്രസ് എന്ന് പറയുന്ന ലാറ്റിനുള്ള വേർഡ് എന്താ? ലാറ്റിൻ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഏതാ? ഇറ്റാലിക് ആണ്. അത് പ്രോട്ടോ ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയാണ്. അതിനുശേഷം അത് പ്രോട്ടോ ജർമാനിക്കിലേക്ക് മാറുന്ന സമയത്ത് അല്ലെങ്കിൽ വെസ്റ്റ് ജർമാനിക്ക് അല്ലെങ്കിൽ ഈസ്റ്റ് ജർമാനിക്ക് മാറുന്ന സമയത്ത് മാറിയ മാറ്റം പഠിക്കുന്നത് നമ്മള്. ക്ലിയർ ആണോ? ഇത് ഒന്നുമില്ല. അത് നോക്കുക. ക് സൗണ്ട് ആയിട്ട് മാറും, ഹ് സൗണ്ട് ആയിട്ട് മാറും. അതാണ് ഫസ്റ്റ് പാർട്ട്. ക്ലിയർ ആണോ? വോയിസ്ലെസ് പ്ലോസീവ് എന്തായിട്ട് മാറും? വോയിസ്ലെസ് ഫ്രിക്കേറ്റീവ്സ് ആയിട്ട് മാറും. അതുപോലെ പ് ട് ക് സൗണ്ട് എന്തായിട്ട് മാറും? പ് എന്തായിട്ട് മാറും? ഫു ആയിട്ട് മാറും. ട് എന്തായിട്ട് മാറും? ത് ആയിട്ട് മാറും. ക് സൗണ്ട് എന്തായിട്ട് മാറും? ഹ് സൗണ്ട് ആയിട്ട് മാറും. പഠിച്ചല്ലോ? പഠിച്ചു. ഓക്കെ. അടുത്ത് നോക്കാം. എന്താണ് വോയിസ്ഡ് സ്റ്റോപ്പ് എന്തായിട്ട് മാറും? വോയിസ്ലെസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ വോയിസ്ഡ് പ്ലോസീവ്സ് എന്തായിട്ട് മാറും? വോയിസ്ലെസ് പ്ലോസീവ്സ് ആയിട്ട് മാറും. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല കേട്ടോ. നോക്കാം നമുക്ക്. വോയിസ്ഡ് സ്റ്റോപ്സ് ആർ ബ് ട് ഗ പ്രൊഡ്യൂസ്ഡ് വിത്ത് വൈബ്രേഷൻ. ദീസ് ചേഞ്ച്ഡ് ഇൻ ടു വോയിസ്ലെസ് സ്റ്റോപ്സ് പ് ട് ക്. നോക്കാം നമുക്ക്. ബ് സൗണ്ട് എടുക്കാം. ലാറ്റിനില് ലേബിയം എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താ? ലേബിയം എന്താ? ലിപ്പാണ്. അപ്പൊ ലാറ്റിന് നമ്മൾ ലേബിയം ഉപയോഗിച്ച സമയത്ത് അവിടെ ബ് ഉപയോഗിച്ച സൗണ്ട് ഇവിടെ എത്തിയപ്പോ എന്തായിട്ട് മാറി? പ്രോട്ടോ ജർമാനിക് എന്തായിട്ട് മാറി? പ് സൗണ്ട് അല്ല ബ് സൗണ്ട് എന്തായിട്ട് മാറി? പ് സൗണ്ട് ആയിട്ട് മാറി. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. ഡ് സൗണ്ട് എന്തായിട്ട് മാറി?
ട് ആയി. എക്സാമ്പിള് ലാറ്റിനിൽ ഡുവോ എന്ന് പറയുന്നത് ഡിയോ ടു ആണ്. ലാറ്റിനിൽ ഡ്യുവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? ടു ആയിട്ട് മാറി. ഇംഗ്ലീഷിൽ ടു ആയിട്ട് മാറി. അപ്പൊ ഡ സൗണ്ട് എന്തായിട്ട് മാറി? ട് സൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അടുത്ത് നോക്കാം, ഗ സൗണ്ട് എന്തായിട്ട് മാറി? ക സൗണ്ട് ആയിട്ട് മാറി. ലാറ്റിനിൽ ഗലു അല്ലെങ്കിൽ കോൾഡ് ആണ് ലാറ്റിനിലെ മീനിങ്. അപ്പൊ ഗലു ഇംഗ്ലീഷിൽ എന്തായിട്ട് മാറി? ഗ സൗണ്ട് എന്തായിട്ട് മാറി? ക സൗണ്ട് മാറി, കോൾഡ്. ആകെ തല തിരണ്ട കേട്ടോ, ഇത് കറക്റ്റ് നോക്കിയിരുന്നോളി, ഞാൻ പറഞ്ഞുതരാം. എക്സാം പോയിന്റ് ഓഫ് ഇതൊക്കെ റാങ്ക് ഇത് ക്വസ്റ്റ്യൻ വന്ന് ആകെ തല തിരി നമ്മള്. അപ്പൊ ഇത് കറക്റ്റ് പഠിച്ചു പോയാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നോക്കാം, വോയിസ് സ്റ്റോപ്പ് എന്തായിട്ട് മാറി? വോയിസ്ലെസ് സ്റ്റോപ്പുകളായിട്ട് മാറി. ഏതൊക്കെയാണ് സൗണ്ടുകള്? ബ, ഡ, ഗ. ബ എന്തായിട്ട് മാറും? ആയിട്ട് മാറും. പ ആയിട്ട് മാറും. ഡ എന്തായിട്ട് മാറും? ട് ആയിട്ട് മാറും. ഗ എന്തായിട്ട് മാറും? ഗ ആയിട്ട് മാറും. ഇതാണ് രണ്ടാമത്തെ റൂൾ, അതായത് രണ്ടാമത്തെ പാർട്ട് ഇതാണ്. ഇനി ഒരു പാർട്ട് പഠിക്കാനുണ്ട്, അതാണെന്ത്? ആസ്പിറേറ്റഡ് വോയിസ്ഡ് സ്റ്റോപ്പ് എന്തായിട്ട് മാറും? അൺആസ്പിറേറ്റഡ് വോയിസ്ഡ് സ്റ്റോപ്പുകളായിട്ട് മാറും. വാട്ട് ഈസ് ആസ്പിറേറ്റഡ് വോയിസ്? എന്താ വാട്ട് ഈസ് ആസ്പിറേറ്റഡ്? എന്താ ആസ്പിറേഷൻ? ആസ്പിറേഷൻ മറ്റെന്താ? നമ്മൾ പറയുമ്പോ എന്തുണ്ടാവും? ഒരു പഫ് ഓഫ് എയർ നമ്മുടെ മൗത്തിൽ പുറത്ത് വരും. അത് വിളിക്കുന്ന പേരാണ് ആസ്പിറേറ്റഡ് പ്ലോസിവ്സ് വിളിക്കുന്നത്. ഇപ്പൊ ബ് എന്ന് പറഞ്ഞ ബ്, ദ്, ഖ് എന്ന് പറഞ്ഞ നമ്മുടെ മൗത്തിൽ എന്ത് വരും? ഒരു പുറത്ത് തന്നെ പഫ് ഓഫ് എയർ ഉണ്ടാവും. അതാണ് ആസ്പിറേറ്റഡ് പ്ലോസിവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് സൗണ്ട് എന്താണ്? ഏതാ? ആസ്പിറേറ്റഡ് വോയിസ്ഡ് സ്റ്റോപ്പുകളാണ്. അതെന്തായിട്ട് മാറുകയാണ്? അൺആസ്പിറേറ്റഡ് വോയിസ് സ്റ്റോപ്പുകളായിട്ട് മാറുകയാണ് ചെയ്തത്. നോക്കാം നമുക്ക്. ആസ്പിറേറ്റഡ് വോയിസ് സ്റ്റോപ്സ് ആർ ബ്, ഡ, ഗ സൗണ്ട് വിത്ത് ബ്രെത്ത്ലി വോയിസ്. ദീസ് ചേഞ്ച് ഇൻ ടു റെഗുലർ വോയിസ് സ്റ്റോപ്സ് ബ്, ഡ, ഗ. അത് ആസ്പിറേഷൻ ഇല്ലാത്ത നോർമൽ പ്ലോസീവ് സൗണ്ട് ആയിട്ട് മാറുകയാണ്. അൺആസ്പിറേറ്റഡ് പ്ലോസീവ് സൗണ്ടായിട്ട് മാറുകയാണ്. എക്സാമ്പിൾ നോക്കാം നമുക്ക്. ബ് എന്താണ്? എന്തായിട്ട് മാറും? ബ് ആയിട്ട് മാറും. എക്സാമ്പിൾ നോക്കാം. സാൻസ്ക്രിറ്റില് ബ്രദർ അല്ലേ? അവിടെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കറക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബ്രദർ അതാണ് സാൻസ്ക്രിറ്റിൽ നമ്മള് ആനീന് പറഞ്ഞ വേർഡ്. അത് ഇംഗ്ലീഷിലേക്ക് മാറുമ്പോൾ എന്തായിട്ട് മാറി? നോർമൽ പ്ലോസീവ്സ് ആയിട്ട് മാറി. പക്ഷെ സാൻസ്ക്രിറ്റിൽ എന്തായിരുന്നു? അത് ആസ്പിറേറ്റഡ് പ്ലോസീവ്സ് ആയിരുന്നു. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. ദ സാൻസ്ക്രിറ്റില് ധ എന്ന് പറയുന്നത് എന്താ? ടു പുട്ട് എ പ്ലേസ്, അതാണത്. ഇതാണത്. അത് ഇംഗ്ലീഷിലേക്ക് മാറുമ്പോൾ എന്തായിട്ട് മാറി? ഡു എന്നായിട്ട് മാറി. അത് നോക്കാം. ഗ സൗണ്ട് നോക്കാം. ഗ സാൻസ്ക്രിറ്റിൽ ധർമ്മ. അത് ഇംഗ്ലീഷിലേക്ക് മാറുന്ന സമയം എന്തായിട്ട് മാറി? വാം. അതായത് വിത്ത് വൂ ഫ്രം ഓൾഡ് ഗ സൗണ്ട്. അത് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ഗ സൗണ്ട് വൂ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് അവിടെ കൊടുത്തത് കേട്ടോ. ക്ലിയർ അല്ലേ? ഇത്രയാണ് നമ്മള് മൂന്ന് സംഭവം ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു തരാം. ഈ ഗ്രിംസ്ലോ ഓർത്ത് വെക്കേണ്ട ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഗ്രിംസ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസണന്റുകളുടെ പ്ലോസീവ്സുകളായ കോൺസണന്റുകളുടെ ഷിഫ്റ്റ് ആണ്. അതായത് പ്രോട്ടോ ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജിൽ നിന്നും പ്രോട്ടോ ജർമാനിക്കിലേക്ക് മാറുമ്പോഴുള്ള കോൺസണന്റ് ഷിഫ്റ്റിനെ വിളിക്കുന്ന ആ ഒരു ഏതൊക്കെ കോൺസണന്റ് ഷിഫ്റ്റ് ചെയ്യുന്ന അതിന് പറഞ്ഞ ലോ ആണെന്ത്? ഗ്രിംസ് ലോ. അത് കണ്ടെത്തിയത് ആരാണ്? ജേക്കബ് ഗ്രിം എന്ന് പറഞ്ഞ ആളെ കണ്ടെത്തിയത്. അത് ഫസ്റ്റ് ഒബ്സർവ് ചെയ്ത ആരാ? ഒബ്സർവ് ചെയ്തത്. ആൻഡ് ഓൾസോ ഈ ജേക്കബ് ഗ്രിം ഏത് ടെക്സ്റ്റിലാണ് ഇതിനെ കുറിച്ച് പറഞ്ഞത്? ഗ്രാമാറ്റിക് എന്നുള്ള ടെക്സ്റ്റിലാണ് പറഞ്ഞത്. ദെൻ എത്ര പാർട്ട് ഉണ്ട് ഈ ഗ്രിംസ് ലോക്ക്? 3 പാർട്ടുകളുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ എന്തായിട്ടാ മാറുന്നത്? വോയിസ്ലെസ് സ്റ്റോപ്പ് എന്തായിട്ട് മാറും? വോയിസ്ലെസ് ഫ്രിക്കേറ്റീവ്സ് ആയിട്ട് മാറും. അത് പറയും പ്, ട്, ഖ്. പ് എന്തായിട്ട് മാറും? ഫ് ആയിട്ട് മാറും. ട് എന്തായിട്ട് മാറും? ട് ആയിട്ട് മാറും. ഖ് എന്തായിട്ട് മാറും? ഖ് ആയിട്ട് മാറും. അതാണ് ഫസ്റ്റ് പോർഷൻ പറയുന്നത്. സെക്കൻഡ് പോർഷൻ ആണെങ്കിലോ
In Voice. വോയിസ് stops സ്റ്റോപ്പ് voice എന്തായിട്ട് letter മാറും? വോയിസിൽ Voiceless. voice സ്റ്റോപ്പുകളായിട്ട് letter. മാറും. ബ് സൗണ്ട് പ് ആവും, ഡ് സൗണ്ട് ട് ആവും, ഗ് സൗണ്ട് ക് ആവും. ഇത്രയാണ് അതിലുള്ള ചേഞ്ചുകൾ. തേർഡ് വൺ പറഞ്ഞു, ആസ്പിറേറ്റഡ് വോയിസ് Aspirated. സ്റ്റോപ്പുകളായ ഭ്, ധ്, ഘ് ഇത് എങ്ങനെ മാറും? അൺആസ്പിറേറ്റഡ് വോയിസിൽ Breach. സ്റ്റോപ്പുകളായിട്ട് മാറും. Voiced. ക്ലിയർ അല്ലേ? Yes. ഇത്രയാണ് ഗ്രിംസ് ലോ പറയുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണോ? ഗ്രിംസ് ലോ ക്ലിയർ ആണോ? യെസ്. ഭയങ്കര ടയർഡായിട്ടുണ്ട് ഞാൻ, കാരണം ഒന്നാമത് വയ്യാട്ടോ. അപ്പോൾ ബാക്കി ഒരു സെഷൻ കൂടി നാളെ ചെയ്യാം. എന്തായാലും തീരൂല, കുറച്ചധികം തീർക്കാണ്ട്, വേർഡ്സ് ലോ തീർക്കാനുണ്ട്, പിന്നെ കുറച്ച് ഇംഗ്ലീഷ് ഹിസ്റ്ററി പറയാനുണ്ട്, പിന്നെ എന്താ പറയാനുണ്ട്, ഇതൊക്കെ എന്താ വോവൽ ഗ്രഡേഷൻ, എന്താ എക്സാമിന് പോയാൽ നല്ല ഇമ്പോർട്ടൻ്റാ വോവൽ ഗ്രഡേഷൻ അല്ലെങ്കിൽ അബ്ലൗട്ട് എന്താ Vowel gradation. എന്താണ് എന്താ പറയാ, ലോങ് Vowels change. എന്നുള്ളത് സാറ്റ് ആവുമ്പോ ഉണ്ടാവുന്ന മാറ്റം. അതായത് നമ്മൾ പർപ്പസ് വെച്ചാൽ ഗ്രാമാറ്റിക്കൽ പർപ്പസ്, അതായത് ഇപ്പോൾ നമ്മളൊരു ഫൂട്ട് ഫീറ്റ്, അതായത് നമ്മൾ പറയാ അതിന്റെ എണ്ണം കൂട്ടാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിന്റെ ചേഞ്ച് വരുത്താൻ വേണ്ടി നമ്മൾ വൗവൽ സൗണ്ടിൽ ഉപയോഗിക്കുന്ന ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വൗവൽ ഗ്രഡേഷൻ. നമ്മൾ വൗവൽ എന്ത് ചെയ്യും? ഗ്രേഡ് ഫൂട്ട് ഫീറ്റ് പറഞ്ഞാൽ എന്താ മീനിങ് മാറിയോ? Singular. സിംഗിൾ പ്ലൂറൽ അല്ലേ? Singular. സിംഗ് സാങ് സംഗർ എന്തായി? അത് നമ്മൾ അല്ലെങ്കിൽ മാറ്റം വരുത്തി എന്ത് മാത്രം? Verb form. സിംഗ് സാങ് ഒരു vowel മാറ്റി വൗവൽ സൗണ്ട് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. Vowel sound. നമ്മൾ വൗവൽ ഗ്രേഡ് ചെയ്തു, അതിന് എന്ത് ചെയ്തു? അപ്പൊ അതിന്റെ മീനിങ് മാറി, വോൾ ക്ലാസ്സും മാറി. നമ്മൾ വിളിക്കുന്ന പേരാണ് അബ്ലൗട്ട് അല്ലെങ്കിൽ വോവൽ ഗ്രഡേഷൻ. നമ്മൾ കുറച്ചും കൂടെ ഒരു മണിക്കൂർ സെഷൻ മുമ്പ് എടുക്കാനുണ്ടാവും. അത് നമുക്ക് നാളെ ചെയ്യാം കേട്ടോ. മറ്റത് സാറേ, മറ്റേതോ ഇതിന്റെ ഒപ്പം ഒന്നുകൂടി ഇല്ലേ, ഉമ്മലൂട്ടോ? Werner's law. Werner's law. വേർഡ്സ് ലോ എടുക്കാനുണ്ട്. അബ്ലൂട്ടും അതല്ല സാറേ, അബ്ലൂട്ടിന്റെ കൂടെ ഉമ്മലൂട്ടും ഇല്ലേ, വേറെ ഒന്നുമില്ലേ? Break. 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 Yes, ഉണ്ട്. Umlaut ഉണ്ട്. ഉണ്ട്. അത് നോക്കാം, ഞാൻ ഉൾപ്പെടുത്താം. വിട്ടുപോയതാണ് സംഭവം, ഓർമ്മ വന്നിപ്പോ. ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ ഇതിന് സെഷൻ ബാക്കി നമുക്ക് നാളെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് ഇത്രയും മതി. നാളെ നടക്കുമ്പോ സാറേ കഴിയണോ? നാളത്തെ നടക്കും കേട്ടോ. നാളെ അപ്പുറം പോല പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോ ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും സാർ എടുത്താല്. അപ്പൊ പിന്നെ കേൾക്കാൻ തോന്നൂല, മൈൻഡും